സിനിമാറ്റോഗ്രാഫിയിൽ ഒരു പുതിയ സെഗ്മെന്റ് ആണല്ലോ നമ്മൾ ബോൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടു തുടങ്ങി. തുടക്കം CIA, മായനദി, കുട്ടമ്പളുടെ ശിവരാത്രി, സോളോ മൂവ്, സുഡാനി ഫ്രം നൈജീരിയ വർക്ക് ചെയ്ത് ട്രാൻസ്. ഇനിയിപ്പോൾ വേറെ വലിയ സംഭവം IPL, T20, T10. ഇത് എപ്പോൾ എടുക്കുന്ന പറയാൻ പറ്റില്ല, എപ്പോഴും ഫ്രെയിം കൊടുത്തുകൊണ്ടിരിക്കണം. ആക്ച്വലി ഡ്രോൺ ക്രാഷ് ആയിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു 15 സെക്കൻഡിൽ എൻറ്റയർ സ്റ്റേഡിയം ലെഫ്റ്റ് ടു റൈറ്റ് ഫുൾ സ്പീഡിൽ കറക്കാൻ പറഞ്ഞു. ആ കറക്കത്തിൽ അത് ഡ്രോൺ ഹൈറ്റ് കുറഞ്ഞിട്ട് ഒരു ബിൽഡിംഗ് പിടിച്ച് വിടും. സ്പൈഡർ ക്യാമ ഓൾറെഡി ഉണ്ട് സ്റ്റേഡിയത്തിനെ മൊത്തം കവർ ചെയ്യാൻ. ഇനി സ്റ്റേഡിയത്തിന് പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾക്കാണ് ഡ്രോൺ. ബാക്കി അല്ലാതെ 22 ക്യാമറകൾ യൂസ് ചെയ്യാൻ പറ്റും. 22 ക്യാമറ പ്ലസ് റീപ്ലേ ക്യാമറാസ് ഉണ്ട്, ഗ്രാഫിക്സ് ഉണ്ട്. റെഡ് കാർപ്പറ്റ് പോലെ ഒരു പുള്ളി ഗ്ലാംബോട്ട് ഫാൻസി ആയിട്ട് റെഡ് കാർപ്പറ്റിൽ ഇങ്ങനെ ഹൈ സ്പീഡ് ഡ്രസ്സൊക്കെ പാറിപ്പിച്ചു. അപ്പോൾ സ്റ്റണ്ട് ആണ് ഷൂട്ടുന്നെങ്കിൽ ആ സ്റ്റണ്ട് അവിടെ തന്നെ ഒന്ന് ചെയ്തിരിക്കണം. അതിന് കൊറിയ മാറിക്കഴിഞ്ഞാൽ അവിടെ പൊസിഷൻ പിന്നിട്ടുള്ളത് ഇങ്ങോട്ടായി കഴിഞ്ഞാൽ ഔട്ട് ആവും. അപ്പേച്ചർ ഇങ്ങനെ ഇട്ടാൽ ഔട്ട് ഓഫ് ഫോക്കസ് ആക്കി എടുത്താൽ മാത്രമേ സിനിമാറ്റിക് ആവുള്ളൂ. സിനിമാറ്റിക് എന്ന് പറഞ്ഞാൽ ഈ സ്കോപ്പ് ഓഫ് ഫ്രെയിംസ് ആണ്. ഇങ്ങനത്തെ കുറേ മിസ്കൺസെപ്ഷൻസ് ആയിട്ട് കുറേ പേര് വരാറുണ്ട്. എവറി ഫ്രെയിം ഹാസ് ടു ടെൽ എ സ്റ്റോറി. അത് കാണുമ്പോൾ നമ്മൾ എന്തിനായിരുന്നു അവിടെ പോയത്, എന്തായിരുന്നു, ഈ ഫോട്ടോക്ക് ഒരു കഥ ഉണ്ടാവണം. Hi everyone, welcome to another podcast episode of Ebin Phillips Show. Today on our podcast we have someone whose lens has captured not just visuals but history, culture and millions of heart. From Thrissur to creative skylines of UAE, Mustafa Abubakar is a name that echoes through the world of cinematography and photography. An award-winning visual artist, educator and the founder of a production house. From Venice Biennale to the Low Abu Dhabi and music videos with over 20 million views on YouTube. He's not just a storyteller, he's a builder of a vision, the official drone cameraman of IPL, T20 and T10, and the man behind the photograph of world's oldest pearl. And beyond all this, he's someone who believes in sharing what he has learned over the past decade and more. Let's dive into the journey of a man who made UAE his canvas and the world his gallery. Welcome to the show, മുസ്തഫ അബൂബക്കർ. താങ്ക് യു. 14 വർഷം മുന്നെയാണ് UAE പോയത്. അതെ. എന്നിട്ട് ഒരു ക്രിയേറ്റീവ് കരിയറിലോട്ട് മാറി. അപ്പോൾ വാട്ട് വാസ് ദ ടേണിംഗ് പോയിന്റ്, ക്രിയേറ്റീവ് ഫീൽഡിലോട്ട് പോകണം എന്ന് തോന്നിയത് എന്നായിരുന്നു? ക്രിയേറ്റീവ് ഫീൽഡിലോട്ട് പോകാൻ തോന്നിയത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കരിയർ ഷിഫ്റ്റ് വേണം തോന്നി. ചെയ്തുകൊണ്ടിരുന്നത് IT പ്രോഗ്രാമിങ്. ബാംഗ്ലൂർ ചെയ്ത പോലത്തെ ഒരു പ്രോഗ്രാമിംഗ് അല്ല ദുബായിലുള്ളത്. അപ്പോൾ കുറച്ച് ടഫാണ്. നാട്ടിൽ വന്നാലും നമുക്ക് ലാപ്ടോപ്പ് കയറ്റി പറ്റണം. അപ്പോൾ ആ സമയത്ത് ഒരു പുതിയ ജോബുള്ളത് അറിവുള്ള ജോബ് ഫോട്ടോഗ്രാഫിയാണ്. ഫോർച്ചുനേറ്റ്ലി ഞാൻ നിൽക്കുന്ന കമ്പനി ഫോട്ടോഗ്രാഫി ട്രെയിനിങ് കമ്പനിയാണ്. അവർ വർക്കുകൾ എടുക്കുന്നുണ്ട്, നമുക്കവിടെ പഠിക്കാനും സൗകര്യമുണ്ട്. അവിടുത്തെ IT-യിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് പ്ലേസ് ആയിരുന്നു ഷിഫ്റ്റ് ആക്കാൻ. അപ്പോൾ സെയിം ടൈം പറ്റിയൊരു എക്സാക്ട്ലി അത് തന്നെ. അപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാൻ പെർമിഷൻ ഉണ്ട്. വളരെ ഫ്രീഡം ഉള്ളൊരു കമ്പനി. അവർ പറഞ്ഞു നിനക്ക് ഫ്രീലാൻസ് ചെയ്തോ, അനൗൺസ് ചെയ്ത് തന്നു. പിന്നെ പേഴ്സണൽ ടൈം പോകും, കാരണം ഓഫീസ് ടൈം കഴിഞ്ഞ് പോകാൻ പറ്റില്ല. അപ്പോൾ ആൾ തന്നെ ഹെൽപ്പ് ചെയ്ത് ഒരു കാര്യം ചെയ്തോ, ഏർലി മോർണിംഗോ ഈവനിങ്ങോ ചെയ്യുന്ന വർക്കുകൾ എടുത്തോ, അല്ലെങ്കിൽ വീട്ടിൽ പോയി ചെയ്യാവുന്ന വർക്കുകൾ, സ്റ്റിൽ ലൈഫ്. അതാകുമ്പോൾ നമ്മുടെ കൺട്രോളിൽ വരുന്ന സബ്ജക്റ്റാണ്. ആർക്കിടെക്ചർ, പ്രൊഡക്റ്റ്, ഫുഡ്, ഈ കാര്യങ്ങളെല്ലാം. അങ്ങനെ ആർക്കിടെക്ചർ ഫോട്ടോഗ്രാഫി തുടങ്ങിയിട്ടാണ് ഈ ഫീൽഡിലോട്ട് ആദ്യമായിട്ട് സ്റ്റെപ്പ് ചെയ്യുന്നത്. അതാണ് തുടക്കം. അപ്പോൾ പ്രൊഡക്റ്റ് ഞാൻ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഫോട്ടോസ് അധികം എടുത്തിട്ടില്ല, ഓണസ്റ്റ്ലി എടുത്തിട്ടില്ല. കൂടുതൽ എടുത്തിരിക്കുന്നത് ഈ ആർക്കിടെക്ചർ, പ്രൊഡക്റ്റ്, സ്റ്റിൽ ലൈഫ്, ആർട്ട് ഗാലറീസ്, മെയിൻലി ആർട്ട് ഗാലറീസ്. അതായിരുന്നു എൻ്റെ തുടക്കം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ട്രൈ ഔട്ട് ചെയ്തിട്ടില്ല? ഉണ്ട് ഹ്യൂമൻ. പിന്നെ അതും നമ്മുടെ ആർക്കിടെക്ചർ എടുക്കുമ്പോൾ മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്താണ്? ഇമോഷൻസ്. ഇമോഷൻസ് ക്യാപ്ചർ ചെയ്യാൻ ഇഷ്ടമുണ്ടായിട്ടാണോ അതോ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ സ്റ്റിൽസിലോട്ട് പോകും? അല്ലല്ല, അന്നത്തെ ജോലിയുടെ ഭാഗമായിട്ട് ഫ്രീലാൻസിന്റെ സമയത്ത് എനിക്ക് ലിമിറ്റഡ് ആയിരുന്നു ആക്സസിബിലിറ്റി. പിന്നീട് ഞാൻ ആർക്കിടെക്ചറിൽ നിന്ന് ഡ്രോൺ ചെയ്യാൻ തുടങ്ങി. കാരണം ആർക്കിടെക്ചറിൽ നമുക്ക് കുറച്ച് ഹൈ ബിൽഡിങ്സിന്റെ ഫോട്ടോ എടുക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ ഹെലികോപ്റ്ററിന് എപ്പോഴും പോസിബിൾ അല്ല, അല്ലെങ്കിൽ ഹൈ പോളൊന്നും വർക്കൗട്ട് ആയപ്പോഴാണ് ഡ്രോണിലോട്ട് ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോൾ ഡ്രോണിൽ നിന്ന് പിന്നെ പതുക്കെ വീഡിയോസ് തുടങ്ങിയപ്പോൾ സ്ലോലി വീഡിയോ എടുക്കാൻ തുടങ്ങി. വീഡിയോ വന്നപ്പോൾ പിന്നെ നോർമലി എല്ലാതും വരും. ഇതിനകത്ത് ജോണറില്ല. പിന്നെ മാക്രോ ഉണ്ടെങ്കിലും ഹ്യൂമനും ഫാഷനും ഫുഡും ലൈഫ് സ്റ്റൈലും എല്ലാതും വരും. പിന്നീട് അങ്ങോട്ട് കോമണെ പഠിച്ച കാര്യമുണ്ട്, ഇമോഷൻസിന് മുന്നേ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയും. ആ ഒരു ഭാഗത്തു നിന്നാണ് ഇമോഷൻസിലോട്ട് നമ്മൾ കിടക്കുന്നത്. പിന്നെ ഇവൻച്വലി അത് ടേൺ ഔട്ട് ചെയ്തിട്ട് ഫുള്ളി വീഡിയോയിലോട്ട് മാറി, ഫുള്ളി സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള വീഡിയോയിലോട്ട് മാറി. അവിടെ ഇനീഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യം ഞാനൊക്കെ ഫോട്ടോഗ്രാഫ് ആകുമ്പോൾ ഒരു മനുഷ്യൻ ഉണ്ടാവില്ലല്ലോ, ആരോട് സംസാരിക്കാനില്ലല്ലോ. കാരണം ആർക്കിടെക്ചർ എടുക്കുമ്പോൾ എല്ലാവരും ഒഴിവാക്കണം. അപ്പോൾ നമ്മളെന്താ പറയും, എല്ലാം പറഞ്ഞ് കഴിഞ്ഞ് ഇതെടുക്കേണ്ടത് ക്ലയൻറ്റ് പറയും ഈ ആംഗിൾ വേണം, ഈ ആംഗിൾ വേണം.
നിങ്ങൾ വിട്ടോളൂ, ഞാൻ എടുത്തിട്ട് നിങ്ങൾ കൊടുത്ത് കാണിച്ചു തരാം. അതുവരെ ഞാൻ ഒറ്റക്കാണ്. ഒരു ഹോണ്ടഡ് പ്ലേസ് എന്ന് പറയുന്ന പോലെ ഓക്കെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. പിന്നീട് അങ്ങോട്ട് നമ്മൾ ആർട്ട് ഗാലറീസിൽ വരുമ്പോൾ കുറച്ചൊക്കെ ഇൻട്രാക്ഷൻസ് എടുക്കാൻ തുടങ്ങിയിരുന്നു ചെറുതായിട്ട്. അതിന് കുറച്ചൊക്കെ നമ്മൾ ഒരു ഡോക്യുമെൻറ്റേഷൻ പോലെ മൊമെൻറ്റ്സ് ക്യാപ്ചറിങ് ഞാൻ കുറേ നോക്കും. അവിടെ ഞാൻ നോക്കുന്ന ഇവൻറ്റ്സ് എടുക്കുമ്പോൾ ഈ ആർട്ട് ഗാലറി ഓപ്പണിങ്ങിൽ വരുന്ന ആൾക്കാരുടെ ക്യൂരിയോസിറ്റി നോക്കും. അവരെന്താ കാണുന്നത്, അവരെന്താ ചെയ്യുന്നത്. അല്ലാതെ വന്നിട്ട് ഹായ് എന്നിട്ട് ഫോട്ടോ എടുക്കുന്ന ആൾക്കാരെ എനിക്കിഷ്ടമല്ല. ഞാൻ എടുക്കും, ചോദിച്ചാൽ എടുത്തു കൊടുക്കും. ചോദിക്കുന്നത് മാഗസീനാണെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു ഞാൻ ആർട്ട് ഗാലറീൻ്റെ ഫോട്ടോഗ്രാഫറാണ്. പക്ഷെ ഞാൻ നോക്കുക ഒരു ആർട്ടുമായിട്ടുള്ള ഇൻട്രാക്ട് ചെയ്യുന്ന ആ മൊമെൻറ്റിനെ വെയിറ്റ് ചെയ്യും. അയാളുടെ ക്യൂരിയോസിറ്റി, അയാളുടെ ആ ഒരു എക്സ്പ്രഷൻ അത് കണ്ട് ഒരു ക്ലിക്ക് എടുക്കും, കണ്ടതിരിക്കും. അതിൽ നിന്നാണ് ആ ഒരു മൊമെൻറ്റ്സ് ആൾക്കാർ എന്താ നോക്കുന്നത്. അവിടെ വരുന്ന ആൾക്കാർ പലരും ചിലർ പാർട്ടി വൈബിൽ വരുന്നവരുണ്ട്, ചില നെറ്റ്വർക്കിംഗ് വരുന്നവരുണ്ട്. റിയലിസ്റ്റിക്കലി ആർട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളത്. അതാണ് ആർട്ട് ഗാലറിക്ക് വേണ്ടതും. ഞാനത് വളരെ ഫോക്കസ് ചെയ്ത് നിൽക്കും. അവിടെ ഞാനിങ്ങനെ ആദ്യം നോക്കി ക്യാമറ ഒന്നും നോക്കി നിൽക്കില്ല. ഞാനിങ്ങനെ ഒരു കോർണറിൽ ഈ സ്പേസിൽ ഈ ആർട്ട് ഗാലറി ഈ ആംഗിളിൽ നിൽക്കുമ്പോൾ ഒരാൾ വന്നാൽ കൊള്ളാം. അപ്പോൾ ഒരു ടൈം ബൗണ്ടായിട്ട് അവിടെ നിൽക്കും. ഈ ടൈമിൽ ആൾ വന്നാൽ ഒരു ക്ലിക്കോ 2 ക്ലിക്കോ കഴിഞ്ഞു. പിന്നെ ഞാൻ മാറി അടുത്ത സ്ഥലത്ത് പോകും. അങ്ങനെ കുറച്ച് ഫോട്ടോസ് കൊടുക്കും. വളരെ പ്ലാൻഡ് ആയിട്ടായിരുന്നു. അതൊരു വെയിറ്റ് ചെയ്തിട്ട് എടുക്കുന്നൊരു ഫോട്ടോ, അല്ലാതെ റാൻഡംലി പോയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. അതെൻ്റെ കൈൻഡും അല്ല. ആ ഒരു ഫീൽ അവിടെ കിട്ടിയാൽ എടുക്കുക. ഇല്ലെങ്കിൽ ആ ടൈം ബൗണ്ടിൽ ആൾ വന്നില്ലെങ്കിൽ ഞാൻ ടേൺ ഔട്ടിൽ അപ്പുറത്ത് പോകും. അതാണ് ഇനീഷ്യലി ഞാൻ ചെയ്യുന്നത്. പിന്നീട് വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ സ്ക്രിപ്റ്റിലൂടെ നമുക്ക് ആദ്യമേ തന്നെ ഫീൽ വരാൻ തുടങ്ങി. സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഡയറക്ടർ തരുന്ന സ്ക്രിപ്റ്റിൽ തന്നെ നമുക്ക് ഒരു ഇമോഷൻസ് കിട്ടും. പിന്നെ അതിനെ നമ്മൾ ടെക്നിക്കലി എങ്ങനെ അച്ചീവ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ അവരുടെ വിഷൻ ക്രാഫ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമ്മളതിൽ വേണ്ട ഇന്ന ലൈറ്റിംഗ് ഡയറക്ഷൻ, അല്ലെങ്കിൽ ഇന്ന ലെൻസ് ചോയ്സ്, ഇന്ന ആംഗിള്, ഇന്ന ലൊക്കേഷൻ, അതിൽ ആർട്ടിൽ വരേണ്ട കാര്യങ്ങൾ നമുക്ക് വേണ്ടത് ഐ ഫീൽ ലൈക്ക് ഇതുണ്ടാവണം. ഈ കരിയർ സ്വിച്ച് ചെയ്തപ്പോൾ കുഞ്ഞുനാളിലെ ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നു അകത്ത്? അത് വരയ്ക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ? വരയ്ക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ വലിയ ആർട്ടിസ്റ്റ് ഒന്നുമല്ല, വരയ്ക്കും. കുറച്ച് വരയ്ക്കും. പാട്ടുപാടും പരിപാടിയൊക്കെ ചെറിയ ചെറിയ കലാപരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ ഇതാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത് ട്രാവലുമായി ബന്ധപ്പെട്ട് തോന്നുന്നത്. ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ ബൈക്ക് ട്രിപ്പ് പരിപാടിയൊക്കെ പോകുന്ന സമയത്ത് മൊബൈൽ എടുത്തു തുടങ്ങി. പിന്നീട് ക്രേസ് കൂടി ക്യാമറ വാങ്ങി. പക്ഷെ അപ്പോഴൊന്നും സ്നാപ്സ് എടുത്തിട്ടുള്ളൂ, സ്റ്റോറീസ് എടുത്തിട്ടില്ല. ദുബായിൽ വന്ന് എൻ്റെ കമ്പനിയിലെ ബോസ് ഫസ്റ്റ് പറഞ്ഞ കാര്യമുണ്ട്, മുസ്തഫ എവറി ഫ്രെയിം ഹാസ് ടു ടെൽ എ സ്റ്റോറി. അത് കാണുമ്പോൾ നമ്മൾ എന്തിനായിരുന്നു അവിടെ പോയത്, എന്തായിരുന്നു. നീ ഇതൊരാൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഈ ഫോട്ടോക്ക് ഒരു കഥ ഉണ്ടാവണം. എന്നെ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്തത് നമ്മുടെ നാട്ടിലെ വെഡ്ഡിങ് ഫോട്ടോ വെച്ചിട്ടാണ്. നിങ്ങളെല്ലാവരും ചേർത്ത് ഇത് ബലം പിടിച്ചിങ്ങനെ നിൽക്കും. അതെന്ത് ഇമോഷനാണ് ഉള്ളതെന്ന് ചോദിക്കുന്നോട് പകരം ആ ബ്രൈഡിനോടും ഗ്രൂമിനോടും ആ മെമ്പേഴ്സും ഫ്രണ്ട്സും ഒക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സ്മൈല്, അതൊക്കെ എടുത്തുവിടുന്ന് ചോദിക്കുന്നോട്. അപ്പോൾ അവിടെ സ്റ്റോറി ഇല്ലെന്ന് ചോദിക്കുന്നോട്. ആളെടുക്കുന്ന ഫോട്ടോ ജേർണലിസ്റ്റിക് ആയിട്ട് ടൈപ്പ് ഐറ്റംസ് ആണ്. ആളിതേപോലെ മൊമെൻറ്റ്സ് എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ആളുടെ ഒരു വൈബ് അതാണ്. അപ്പോഴാണ് ഒരു ഫോട്ടോയിൽ എങ്ങനെ കഥ പറയാം. ഒരൊറ്റ ഫോട്ടോ നോക്കിയാൽ നമുക്ക് ഒരുപാട് റീഡ് ചെയ്യാൻ പറ്റണം. ഇതാണ് ആളിനോട് പറയാം. അപ്പം എന്തിനാ എടുക്കുന്നത് എന്നുള്ളതാണ് ആദ്യം ചോദിച്ചത്. എന്നിട്ട് എങ്ങനെ എടുക്കാം, അത് രണ്ടാമത്തെ കാര്യം. ആദ്യം എന്നോട് ഇപ്പോൾ ഫ്രണ്ട്സ് ചോദിക്കടാ ഈ ടെക്നിക്കൽ സെറ്റപ്പ് എന്താ, ഈ സെറ്റിങ്സ് എന്താ, ഇനി എന്താ എടുക്കാൻ പോണേ, എന്തിനെടുക്കുന്നേ, ആ ഒരു ഐഡിയ നമുക്ക് വേണം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ചിന്തിക്കും എന്താ പറയണ്ടേ, അല്ലെങ്കിൽ എന്ത് ഇമോഷൻ വേണം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സീയിങ് ഈസ് ബിലീവിങ് അല്ലേ, നമ്മളെ കാണിക്കുന്നല്ല മറ്റുള്ളവർ കാണുന്നത്. ഇവിടുത്തെ കൾച്ചറും അവിടുത്തെ കൾച്ചറിലും തന്നെ നല്ല ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ നമ്മൾ ആ ബലം പിടിച്ചിരിക്കുന്ന എടുത്തില്ലെങ്കിൽ എന്താ എടുക്കാൻ എന്ന് ചോദിക്കും. അല്ല ഇവിടെ നോക്കുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ നമ്മളുടെ ഔട്ട്ഫിറ്റ് ലുക്ക്, നമ്മൾ വന്നു എൻ്റെ കണ്ണ് ശരിയായോ എന്നൊക്കെ ആയിരിക്കും. അവിടെ തന്നെ കൂടുതൽ മൊമെന്റ്സിന്റെ ആളുകളാണ്. എന്നാൽ ഈ ഫോട്ടോസും ഉണ്ട്, രണ്ടിനും അത് നെഗറ്റീവ് ഒന്നുമില്ല, അല്ലെങ്കിൽ നോ റൈറ്റ് ഓർ റോങ് ഒന്നും ഇല്ല. പക്ഷെ ഇതിനെ കുറച്ചൊരു മൊമെന്റ് ഫീൽ ഉണ്ടാവും. ഇപ്പൊ ആൾക്കാർ പോലെ കാൻഡിഡ് എന്നൊക്കെ ട്രഡീഷണൽ അതെ, കാൻഡിഡ് എന്നുള്ളത് മാറിയിട്ട് അന്നേ അതൊരു മൊമെന്റ്സ് എടുക്കുന്ന ആളാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഞാനും അങ്ങനെ എടുക്കുന്ന ഒരാളാണ്. ആ മൊമെന്റ്സ് എടുക്കാൻ പറ്റിയാൽ നന്നായി. അത് മനസ്സിലാക്കുന്ന സമയം അടിപൊളിയായിരിക്കണം. ഓക്കെ ബ്രോ, ഈ UAE പോയി ഗോൾഡൻ വിസ എടുത്ത് കഴിഞ്ഞിട്ട് എന്താണ് ബ്രോയിൽ വന്ന ഒരു എവല്യൂഷൻ പേഴ്സണലിയും പ്രൊഫഷണലിയും? ഗോൾഡൻ വിസ കിട്ടിയപ്പം അതൊരു ഭയങ്കര റെക്കഗ്നീഷൻ ആയിരുന്നു. കാരണം അത്യാവശ്യം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു അപ്രീഷിയേഷൻ പോലെ തോന്നി. അപ്പം അതിന് മുന്നേ എടുത്ത സ്റ്റെപ്പാണ് ഫ്രീലാൻസ് ചെയ്യാന്നുള്ളത്. അത് വൺ ഡയറിങ് സ്റ്റെപ്പായിരുന്നു. ജീവിതത്തിൽ ഏത് ചലഞ്ചും എടുക്കാൻ മൈൻഡ് റെഡി ആയിരുന്നു. കാരണം സാധാരണഗതിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ നോർമലി ഒരു സ്പോൺസർഷിപ്പിൽ വരുമ്പോൾ ശമ്പളം ഉണ്ടാവും, ലീവിന് വന്നാലും ശമ്പളം കിട്ടും, നമുക്ക് ഉറപ്പാണ്. ഇപ്പം ഇന്ന് മടി പിടിച്ച് വർക്കിന് പോയില്ലെങ്കിൽ നമ്മൾ സേഫാണ്.
നമ്മുടെ വിസയുടെ കോസ്റ്റ് കവേർഡാണ്, ഇൻഷുറൻസ് കവേർഡ് ആയിരിക്കും, ചിലപ്പോൾ ഒരു പക്ഷേ താമസം കവേർഡ് ആയിരിക്കും. ഫ്രീലാൻസ് ചെയ്യുമ്പോൾ ഒന്നുമില്ല. നമ്മുടെ ഓൺ കോസ്റ്റ് നമ്മൾ താമസിക്കുന്നു, നമ്മുടെ ഓൺ കോസ്റ്റിൽ വിസ എടുക്കുന്നു, ജീവിക്കുന്നു, പൈസ ഇല്ല. വർക്കില്ലെങ്കിൽ നമുക്ക് പൈസ ഇല്ല. ഓക്കെ, അങ്ങനെ ഡയറക്റ്റ്ലി നമുക്ക് ഫ്രീലാൻസ് ചെയ്യാൻ പറ്റുമോ UAE പോയിട്ട്? വിത്ത് പ്രോപ്പർ കോണ്ടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ. ഞാനിതിന് ഒരു 3 years ടൈം എടുത്തിട്ടുണ്ട്, ഓവർലാപ്പ് ചെയ്തിട്ട്. ജോലിൻ്റെ കൂടെ ഫ്രീലാൻസ് വർക്ക് എടുക്കുന്നു, കോണ്ടാക്റ്റ് ബിൽഡ് ചെയ്യുന്നു, ട്രസ്റ്റ് ആയിട്ടുള്ള ക്ലയൻറ്റുകളെ കയ്യിൽ വെച്ചിട്ട് സേഫ് ആയിരിക്കണം. പുതുതായിട്ട് വരുന്ന ഫ്രീലാൻസ് ആൾക്കാരോട് പറയുക, അറ്റ്ലീസ്റ്റ് അവിടെ ഉള്ളവരോട് പറയുക, 6 മാസം നിനക്ക് ജോലി ഇല്ലെങ്കിലും ജീവിക്കാനുള്ള പൈസ കയ്യിലുണ്ടെങ്കിൽ എമർജൻസി ഫണ്ട് മാത്രമേ ഫ്രീലാൻസ് ഇറങ്ങാൻ പാടുള്ളൂ. കാരണം വർക്ക് ഇല്ലാന്ന് പ്രതീക്ഷിക്കണം. കാരണം ബ്രാൻഡ് ന്യൂ ആയിട്ട് ഒരാൾക്ക് കോൺടാക്ട് കിട്ടാൻ പോകുന്നില്ല. ഓർ യു ഷുഡ് പ്ലാൻ, ഞാൻ ഇറങ്ങാൻ പോവാണ്, അതും പ്രോപ്പർ ടൈമിന് ഇറങ്ങുക. അതായത് ഏറ്റവും കൂടുതൽ വർക്ക് കിട്ടുന്ന സീസൺ നോക്കിയിട്ട് ഇറങ്ങാൻ നിൽക്കുന്നതിന് മുന്നേ വർക്കുകൾ എടുത്തിട്ട് സേഫായിട്ട് മിനിമം നമുക്ക് നിൽക്കാനുള്ള ചിലവ്, ഭാര്യ ഉണ്ടെങ്കിൽ മക്കളുണ്ടെങ്കിൽ ആ ചിലവുകൾക്കുള്ള പൈസ, അതല്ലെങ്കിൽ അവരെ തൽക്കാലം നാട്ടിലേക്ക് നിർത്താൻ പറ്റുവാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ജോലി ഉണ്ടെങ്കിൽ അങ്ങനെ, ഓർ ഭർത്താവിന് അങ്ങനെ, ആ രീതിയിലാണെങ്കിൽ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഫൈനാൻഷ്യൽ ഡിപ്പ് വന്നാൽ ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ സേഫ് വർക്കിലോട്ട് നമ്മൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏത് വർക്കും പോയി എടുക്കും, തോന്നിയ പൈസക്ക് എടുക്കും. നമ്മൾ നമ്മുടെ വാല്യൂ ആണ് മാർക്കറ്റിൽ ഇടിക്കുന്നത്, മാർക്കറ്റ് നേടിയാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ വില കുറച്ച് കാണിക്കും. ഒരാൾ ഒരു സെർട്ടൻ എമൗണ്ട് പറഞ്ഞ വർക്കിന് സെർട്ടൻ മൈനസ് എമൗണ്ടിലായിരിക്കും ഇയാൾ എടുക്കാൻ ശ്രമിക്കുക. അത് ഓട്ടോമാറ്റിക്കാണ്. കാരണം നമ്മുടെ പൈസ, നമുക്ക് പൈസ വരണം, വരുമാനം ഇല്ല, ഇന്നില്ലെങ്കിൽ നാളെ ജീവിക്കാനില്ല എന്ന് വിചാരിക്കുന്നിടത്ത് ക്ലയൻറ്റ് ഓക്കെയാണ് ഞാൻ വരാം എന്ന് പറയും. അപ്പം അത് സംഭവിക്കുന്നത് നമ്മുടെ വില ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ അവിടെ പോയി കാണിക്കുവാണ്. അത് റോങ് ആണ്. നമ്മൾ എന്തെന്ന് വെച്ചാൽ മിനിമം ഇത്ര വർക്ക് എമൗണ്ട് കിട്ടണം, അത് മാർക്കറ്റിലെ വാല്യൂ, അത് നമ്മൾ സെറ്റ് ചെയ്യണം. എനിക്ക് ഇത്രയും വേണം എന്നുള്ളത്. അത് ഇവഞ്ച്വലി ഓരോ വർഷം കൂടുന്തോറും കൂട്ടാനും പഠിക്കണം. മാർക്കറ്റ് ഇത്രയേ കിട്ടുന്നുള്ളൂ, അവൻ 100 പറഞ്ഞത് 90 ഞാൻ പറഞ്ഞു, ഞാൻ 80 പറയണം. നോ, അതില്ല. ക്വാളിറ്റി ഉണ്ടോ അവിടെ ക്വാളിറ്റി ക്ലയൻസും ഉണ്ട്. ഇപ്പം നമുക്ക് സാധാരണ ചായപ്പൊടിയിലും ചായ കിട്ടും, അവിടെ ഹൈ ബ്രാൻഡിലും പോയി നമ്മൾ കോഫിയും കുടിക്കും. രണ്ടിനും അവിടെ ബിസിനസ് ഉണ്ട് അല്ലേ? ഇതേപോലെ തന്നെയാണ് ക്വാളിറ്റി വർക്കുണ്ടോ അതുപോലെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ക്ലയൻറ്റ് സെറ്റ് അവിടെയുണ്ട്. നമ്മൾ ചീപ്പ് വർക്ക് എടുക്കുന്നു, അതിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു ക്ലയൻറ്റ് സെറ്റ് അവിടെയുണ്ട്. അവിടെ എന്തായാലും ഉണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് UAE ക്ലയൻറ്റ്സ് കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഇവിടെ നമ്മൾ പറയുന്ന പോലെ ഇവിടെ നമ്മൾ ഒരു വർക്കിൽ എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇന്ന ചാലഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആൾക്കാരെ തപ്പിപ്പോവും. പക്ഷെ അവിടെ എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ഫോർവേഡ് പറയണം, അങ്ങനെ. അതായത് ഡിപ്പെൻഡ്സ് ഓൺ നാഷണാലിറ്റി എന്ന് പറയാം. ആരും ഞാൻ പറയുന്നില്ല. സർട്ടൻ നാഷണാലിറ്റിക്ക് അവർക്ക് ഇഷ്ടം വരാവുന്ന എല്ലാ പോസിബിൾ ചലഞ്ചസും പ്രീ മീറ്റിങ്ങിൽ തന്നെ പറഞ്ഞ് കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ട് ഷൂട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. ഷൂട്ട് എന്ന എക്സിക്യൂഷൻ മാത്രമാണ്. അതിന് മുന്നേ വരാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കണം. എൻ്റെ വർക്ക് എനിക്കെല്ലാം അറിയും, അതുപോലെ മറ്റാളുടെ റോളും ആൾ ഇങ്ങോട്ട് പറഞ്ഞു തരണം. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത് എൻ്റെ പണി നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്നുള്ളത്. അപ്പം നമ്മൾ ചിന്തിക്കാത്ത നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നാൽ പറയാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. അതൊരിക്കലും വർക്ക് എക്സ്പ്ലെയിനിങ് അല്ല. നമുക്ക് എൻ്റെ വർക്കിൻ്റെ ക്വാളിറ്റി മീറ്റ് ചെയ്യാൻ ഇന്ന കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എടുക്കുന്ന അപ്രോച്ചിൽ വർക്കിൽ ഇന്ന ചലഞ്ചസ് വരാം എന്ന് ആദ്യമേ പറഞ്ഞ് ബോധിപ്പിക്കുക. ആ ബോധിപ്പിച്ചത് പോസിറ്റീവായിട്ട് പറയുക. അതൊരിക്കലും നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ ഡിമാൻഡിങ് ആയിട്ടോ അല്ലാതെ പറഞ്ഞാൽ തന്നെ അവർക്ക് ഇഷ്ടപ്പെടും. കാര്യം പോസിബിൾ ത്രെറ്റ് വരാതിരിക്കാനാണ് അവർ നോക്കുന്നത്. പിന്നീടുള്ള ബ്ലെയിം ഗെയിം അവിടെ ഇഷ്ടമില്ല. അവർക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് കാര്യങ്ങൾ പറയാം. കാരണം അവിടെ കോസ്റ്റ് ഇൻവോൾവ് ആണ്. കാരണം ഒരു നോർമലി ഒരു പരസ്യം എടുക്കുന്നതിന് ഒരു 1,00,000 ദിർഹംസ്, 100,000 ദിർഹംസ് എ ഡേ അവിടെ കോസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓവറോൾ ഉണ്ടാവാറുണ്ട്. വിച്ച് മീൻസ് 12 hour ഷിഫ്റ്റിൽ 10 hour വർക്ക് ചെയ്യുമ്പോൾ 1 hour 10,000 ആണ്. ഒരു എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ട്, ഒരു 1 hour പോയാൽ 10,000 പോയ പോലെയാണ്. അവിടെ ഒരാൾ 1000 ദിർഹംസ് ലാഭിക്കാൻ നോക്കില്ല. അവിടെ നോക്കുന്നത് ഇതിന് മുന്നേ തന്നെ പറഞ്ഞു വെച്ചിട്ട് ഓക്കെ വാട്ട് വി പ്ലാൻ ഇസ് വാട്ട് വി ഡൂയിങ്. എല്ലാവരും നോൺ ആയിരിക്കണം. ഇതല്ലാത്ത പ്രൊഡക്ഷൻ സെറ്റുകളും ഉണ്ട്, തട്ടിക്കൂട്ടുന്നതും പ്രോപ്പർ പ്ലാൻ ഇല്ലാണ്ട് അത് വരുന്നോട് വെച്ച് കാണാടാ സെറ്റാക്കാടാന്ന് പറയുന്ന ടീമുകളും ഉണ്ട്. പക്ഷെ അത് ഇതൊരിക്കലും ചേരാറില്ല. ആ ടീം ഒരിക്കലും ഇങ്ങോട്ടും വരില്ല അങ്ങോട്ടും വരില്ല, വന്നാൽ തന്നെ അവിടെ ഇടി നടക്കും. അതായത് ചില ആൾക്കാർക്ക് പ്രോപ്പർ എക്സ്പെക്ടേഷൻ കറക്റ്റ് ആയിരിക്കണം, ചില ആൾക്കാർക്ക് ഇങ്ങനെ ബ്ലെയിം ഗെയിമിൽ പോകുന്നതായിരിക്കും ഇഷ്ടപ്പെടുക. ഞാൻ എന്തായാലും ആ കാറ്റഗറിയിൽ പോകില്ല, താല്പര്യമില്ല. നമ്മൾ സ്ട്രൈറ്റ് ഫോർവേഡ് കാര്യം പറയും. ഉള്ള കാര്യം നോ എങ്കിൽ നോ എന്ന് വെച്ചിട്ട് നോ എന്ന് വെച്ചാൽ ചെയ്യില്ല എന്നർത്ഥമില്ല. യെസ്സും നോയും ഉണ്ട്, യെസ്സും യെസ് ബട്ടും ഉണ്ട്. ബട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ യെസ്, പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഇത്ര ചലഞ്ച് ഉണ്ട്, നമുക്ക് ഇങ്ങനെ പിടിക്കാം,
ഓക്കെ. അത് പലതും വരും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു നല്ല വെതറിൽ എടുക്കേണ്ട സാധനമായിരുന്നു, പെട്ടെന്ന് പൊടിക്കാറ്റ് വന്നു. നമുക്ക് അവിടെ എന്ത് പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. നമുക്കിപ്പോൾ പൊടിക്കാറ്റ് വന്ന് ഈ സാധനം എടുക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ കാറ്റ് വന്നു, ഡ്രസ്സ് പാറുന്നുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് മഴ വന്നു, മഴ ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് മൊത്തം ഷോട്ട് ലേറ്റായി. ഓക്കെ, പ്ലാൻ ബി. നമ്മളെന്തൊരു സൊല്യൂഷൻ കൊടുത്താൽ ക്ലയൻറ്റ് ഓക്കെയാണ്. കാരണം നമ്മളുടെ കഴിവ് അതല്ല ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കാണുന്നത്. ഓക്കെ, ഒഴിഞ്ഞു പോകാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയാനാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അവിടെ അവർക്ക് ഇഷ്ടം ഒരു ഇഷ്യൂ വരുമ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാം, ഇഷ്യൂ കൊണ്ടിരിക്കാതെ എങ്ങനെ സോൾവ് ചെയ്യാം, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. സൊല്യൂഷൻ ആണ് അവർക്ക് വേണ്ടത്. ഓക്കെ. മെയിനായിട്ട് നമ്മുടെ നാട്ടിലും പുറത്തെ നാട്ടിലും UAE-ലും ബ്രോ വർക്ക് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ഡിഫറൻസ് ഫീൽ ചെയ്തത് എന്താണ് വർക്ക് കൾച്ചറിൽ? ജോബ് റെസ്പെക്ട്. ജോബ് റെസ്പെക്ട്. ഓക്കെ. എവറി ആൾക്കാരുടെയും ജോബിനെ എല്ലാവരും റെസ്പെക്ട് ചെയ്യും അവിടെ. അതിപ്പോൾ ചെറിയൊരു ചായ കൊടുക്കുന്ന വ്യക്തിയായാലും ക്ലീനർ ആണെങ്കിലും ടു ദ പോയിന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ക്ലയൻ്റ് ആണെങ്കിൽ ഈക്വലി റെസ്പെക്റ്റഡ് ആണ്. എല്ലാവരുടെ സ്പേസിന് വാല്യൂ ഉണ്ട്. ഓക്കെ. കാരണം അവിടെ ഒരാൾ അണ്ടറിലാണ്, ഞാനാണ് വലിയ ആള്, ഞാനാണ് ബോസ്, അതൊന്നുമില്ല. എല്ലാവരും റെസ്പെക്റ്റഡ് ആണ് അവിടെ. അത് ഞാൻ ഇവിടുന്ന് മാറി ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. അത് എനിക്കിവിടെ ഇഷ്ടപ്പെടാത്തതും അത് തന്നെയാണ്. എല്ലാവർക്കും ഈക്വൽ വാല്യൂ ഉണ്ട്, ഓരോ പണിക്കും അതിൻ്റെ റോൾ ഉണ്ട്. മാത്രമല്ല എല്ലാവർക്കും ജോബിന് കൃത്യമായ ബൗണ്ടറി ഉണ്ട്. വർക്ക് ഫ്ലോ അയാൾ അതേ ചെയ്യുള്ളൂ. ആ ബൗണ്ടറിക്ക് ഒരാളെ കടത്തുകയും ചെയ്യില്ല, ഇയാൾ വേറെ ആളുടെ ബൗണ്ടറിയിൽ പോവുകയും ചെയ്യില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫോക്കസ് പുള്ളറും എനിക്കൊരു ക്യാമറ അസിസ്റ്റൻ്റും ഉണ്ടെങ്കിൽ ലെൻസ് എടുത്ത് കൊണ്ടുവരുന്ന അസിസ്റ്റൻ്റ് ആണെങ്കിൽ ലെൻസ് ചേഞ്ച് ചെയ്യാൻ ഫോക്കസ് പുള്ളറേ ആയിരിക്കുള്ളൂ. അത് രണ്ടുപേരും ഇടപെടില്ല, വേറെ ആൾ അങ്ങോട്ടും മാറ്റി ചെയ്യില്ല. ഒരിക്കലും ക്യാമറ അസിസ്റ്റൻ്റ് ലെൻസ് ഇടരുത്. അതുപോലെ തന്നെ ഞാൻ ക്യാമറ തൂക്കി നടക്കാനും പാടില്ല, അതിൻ്റെ ആൾക്കാർ വരണം. അതുപോലെ എൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ഒരിക്കലും ലൈറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും പോകില്ല. നാളെ അവൻ ചിലപ്പോൾ ലൈറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കാം വേറെ ജോബിൽ, പക്ഷേ ഇന്ന് അവൻ ക്യാമറ അസിസ്റ്റൻ്റ് ആണെങ്കിൽ അവൻ്റെ പണി ക്യാമറ നോക്കുക എന്നുള്ളത് മാത്രമാണ്. അവിടെ ലൈറ്റ് വീണാലും പോയി തപ്പുട്ടി നിൽക്കില്ല. ഇല്ല, പാടില്ല. അത് അവിടെ അവരുടെ റോളായിരുന്നു, അത് നോക്കുക എന്നുള്ളത്. ചില സമയത്ത് നമ്മൾ കോമൺലി ചെയ്യുന്നല്ലാതെ വർക്ക് ഫ്ലോ ചെയ്യുമ്പോൾ എനിക്ക് റോൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, യു ഹാവ് ടു ഡു ദിസ്. ഈ സമയത്ത് അവൻ പോയി കഴിഞ്ഞാൽ ഞാൻ പറയും ബ്രോ കം ബാക്ക്, നിന്റെ പണി ഇതാണ്, മാന്യമായ രീതി പറയാം. അത് പറയും, പക്ഷെ അതൊരു ചെയ്യില്ല, അങ്ങനെ ഉണ്ടാവാറില്ല. കാരണം എല്ലാവർക്കും അവനക്ക് റോൾ ഉണ്ട്. കാരണം ആ ക്യാമറയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവൻ ഫസ്റ്റ് ആൻസറബിൾ ആ ക്യാമറക്കല്ലേ. നീ എന്തെങ്കിലും ലൈറ്റ് പോയേ എന്ന് അവൻ റെന്റൽ കമ്പനി ചോദിച്ചാൽ എന്ത് ചെയ്യും? ഫസ്റ്റ് ഓഫ് ഓൾ അവിടെയുള്ള കാര്യം ഈ ജോബ് റെസ്പെക്റ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇടുന്ന റെസ്പെക്റ്റും അത് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന റെസ്പെക്റ്റും രണ്ടും ഉണ്ട്. ഇവിടുത്തെ കാര്യം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും, പിന്നെ മോശം വാക്കുകൾ ഉപയോഗിക്കും, പിന്നെ ഓർഡർ ഓഫ് ഓപ്പറേഷൻസ് ഇല്ല, ആളുകൾക്ക് എന്താ നടക്കുന്നത് എല്ലാവർക്കും ധാരണ കൊടുക്കുന്നില്ല, ഓവർ ടൈം വാല്യൂ നോക്കുന്നില്ല. അവിടെയും അതൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിലും അത് പറഞ്ഞ് ചെയ്യും. 12 hour കഴിഞ്ഞാൽ നമ്മൾ 1 hour ഒക്കെ ഓക്കെ, അത് കഴിഞ്ഞാൽ പറയും ബിൽഡാണ്, അത് എഴുതി കൊടുക്കും. അതവർക്കും അറിയാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കണം. മെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാം എന്താ നടക്കാൻ പോകണമെന്നുള്ളത്. നേരത്തെ തന്നെ മാക്സിമം ഷൂട്ടുകൾ നമ്മൾ നേരത്തെ പോയി പ്ലാൻ ചെയ്തായിരിക്കും. പ്രീ ആയിട്ടുള്ള സ്റ്റോറി ബോർഡ്സ്, മൂഡ് ബോർഡ്സ്, ഫ്രെയിം റെഫറൻസസ് ഉണ്ടാവും. ഇന്ന ഒരു വലിയ ബോർഡിലൂടെ വെച്ചിട്ടുണ്ടാവും, അത് കഴിഞ്ഞ് ടിക്ക് ചെയ്യും. അപ്പോൾ വാട്ട് ഇസ് നെക്സ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആർക്കും ഇല്ല. ഈ സീൻ കഴിഞ്ഞാൽ ആ സീൻ ബ്രേക്ക്, നെക്സ്റ്റ് സീൻ ഇതാണെന്ന് പറയുമ്പോൾ തന്നെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ക്യാമറ സെറ്റാക്കുന്നു, ലൈറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെറ്റാക്കുന്നു, ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ആർട്ട് മാറ്റുന്നു, മേക്കപ്പ് മാറുന്നു, ട്രയൽസ് വരുന്നു, പ്രൊഡ്യൂസർ ആൾക്കാരെ ജൂനിയർ ആർട്ടിസ്റ്റ് കൊണ്ടുവരുന്നു. ഇതൊന്നും സീംലെസ് പ്രോസസ്സാണ്. അവർക്കറിയാം ഇന്ന ടൈമിൽ ഇന്ന ഷൂട്ടാണ്, സ്ട്രക്ചേർഡ് ആണ്. കൃത്യമായ കോൾ ഷീറ്റ്, കൃത്യമായ അറൈവൽ ടൈംസ്, ടൈമിങ് എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ കുറവാണ്. അവരെന്ത്യ ക്വസ്റ്റൻ ഒന്നുമില്ല. റെഡിയാണോ ആർട്ടിസ്റ്റ്, റെഡിയാണോ, റെഡി, ഓക്കെ ഫൈൻ. മേക്കപ്പ് ട്രയൽ ഉണ്ടോ, ഫൈൻ. ക്ലയൻറ്റിന് മുന്നേ കാണിക്കുന്നു. ആകെ ഉള്ളത് ഷോട്ട് കഴിയുമ്പോൾ തന്നെ ക്ലയൻറ്റിൻ്റെ അടുത്ത് പോയി പ്രൂഫ് ചെയ്യും, ഓക്കെ ആണോ, ആർ യു ഹാപ്പി, ഫൈൻ. ഇല്ലെങ്കിൽ ഓക്കെ ട്വീക്ക് ചെയ്യാം. കാരണം ക്ലയൻറ്റ് ചിലപ്പോൾ ഇതൊന്നും കാണാത്ത എക്സ്പെക്ടേഷൻ വെക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഡിലേസ് വരാം. പക്ഷെ അതർ ദാൻ ദാറ്റ് എല്ലാവർക്കും ദേ നോ വാട്ട് ദേ ഡൂയിങ് എന്നുള്ള സാധനം ഉണ്ട്, എന്താ സംഭവിക്കാൻ പോണേന്നുണ്ട്. അതുകൊണ്ട് ബഹളങ്ങളില്ല, ശബ്ദങ്ങൾ കുറവാണ്, മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത് കുറവാണ്, പിന്നെ ചില്ലാണ് എല്ലാവരും. പിന്നെ മെജോറിറ്റിയും വരുന്ന ആളുകൾ അവിടെ നല്ല റെൻ്റൽ കമ്പനിയിൽ നിന്നാണെങ്കിൽ ഫ്രീലാൻസർമാരാണ് കൊണ്ടുവരിക, സ്റ്റാഫുകളായിരിക്കില്ല. ഈ രണ്ട് വ്യത്യാസമുണ്ട്. ഒരു സ്റ്റാഫായിട്ട് വരുന്ന കമ്പനി, റെൻ്റൽ കമ്പനിയിൽ നിന്ന് വരുന്ന, റെൻ്റൽ മീൻസ് എക്യുപ്മെൻറ്റ്സ് വരുന്ന ടീം അങ്ങനെ ഒറ്റ യൂണിറ്റ് ആയിരിക്കും. റെൻ്റൽ കമ്പനിയിൽ സ്റ്റാഫായവൻ പറയാം നാളെയും വർക്ക് ഉണ്ട് എന്നാണ് അവൻ പറയുന്നതെങ്കിൽ ഫ്രീലാൻസർ പറയാം നാളെയും വർക്ക് ഉണ്ട്. വ്യത്യാസമുണ്ട്. കാരണം നാളെ അവൻ സ്വന്തമായി ഏൺ ചെയ്യാണ്. മറ്റവനറിയാം ഇന്ന് പണിയെടുത്താൽ നാളെ പണിയെടുത്താൽ ഒരു ശമ്പളം കിട്ടും.
ചെറിയ ഓവർ ടൈം കിട്ടും, ബട്ട് അതർ ദാൻ ദാറ്റ് അവർക്ക് വേറെ വരുമാനമൊന്നുമില്ല. അപ്പം അവർക്ക് ഉറങ്ങിയില്ലെങ്കിലും വർക്ക് ചെയ്യാൻ ഈ പറഞ്ഞ ഫ്രീലാൻസർമാർക്ക് ഓക്കെയാണ്. നല്ല ഹെൽത്ത് നോക്കും. ബട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ ചടക്കുന്ന ടീമുകളുണ്ട്. പക്ഷെ ചിലർ അതിൻ്റെ അകത്ത് എൻജോയ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ ശമ്പളക്കാരും ഒരുപോലെ ഒന്നുമല്ല, എൻതൂസിയാസ്റ്റിക് ആയവരുണ്ട്. പക്ഷെ മോസ്റ്റ്ലി ഫ്രീലാൻസർമാരാണെങ്കിൽ നമുക്ക് നല്ല പ്രൊഡക്ടിവിറ്റി കിട്ടും. എല്ലാവരും നല്ല ഔട്ട്പുട്ട് തരും. കാരണം ഇവൻ ഇന്ന് പെർഫോം ചെയ്താലേ നാളെ അവനെ റെക്കമെൻഡ് ചെയ്യും. ഇന്നവൻ കൊള്ളാക്കിയാവൻ തീർന്ന് ആരും പിടിക്കില്ല. മുസ്തഫ, ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളെ പറ്റി കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ടെക്നിക്കൽ നോളേജിൽ ഒരു എൻസൈക്ലോപീഡിയ ആണെന്ന് കേട്ടിട്ടുണ്ട്. ലൈക്ക് പുതിയ ക്യാമറ വരുന്നതും ബോൾട്ട് ആയിക്കോട്ടെ, അതുപോലെ ഓരോ ക്യാമറയെ പറ്റിയും കുറേ നോളേജ്, ലൈക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ പറ്റിയ ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏത് പോയിന്റ് ഓഫ് ടൈമിലാണ് ഇതുപോലെ ഈ ടെക്നോളജിയെ പറ്റി കൂടുതൽ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ബിൽഡായി തുടങ്ങി? ബേസിക്കലി ടെക് ബാക്ക്ഗ്രൗണ്ടാണ്, പഠിച്ചത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പോൾ ടെക് ഓൾറെഡി എൻ്റെ ഒരു ബ്ലഡിലുണ്ട്. പിന്നെ ഞാൻ വന്ന കമ്പനിയിൽ ഫോട്ടോഗ്രാഫി ട്രെയിനിങ് കമ്പനി ആയതുകൊണ്ട് ഓൾമോസ്റ്റ് എവരി ന്യൂ ക്യാമറയും ലോഞ്ചിന് മുന്നേ എത്തും. നമുക്ക് ചിലപ്പോൾ മെനു പഠിക്കാനോ അല്ലെങ്കിൽ ആ കമ്പനിക്ക് ട്രെയിനിങ് കൊടുക്കുന്നവരെ നമ്മളായിരിക്കും. ഉദാഹരണം സോണി ആൻഡ് ഫ്യൂജി അവിടെ മാർക്കറ്റ് ചെയ്ത് നമ്മുടെ കമ്പനി തന്നെയാണ്, എൻ്റെ കമ്പനി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് ഓൾറെഡി അവിടെ തന്നെ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ പുതിയ പുതിയ ടെക് വരുമ്പോൾ നമ്മുടെ കയ്യിലെത്തും. പിന്നെ സെയിം ടൈം നമ്മൾ യൂട്യൂബും എല്ലാ കാര്യങ്ങളും റെഫർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുമിച്ചെല്ലാം പഠിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഏറ്റവും ബെസ്റ്റ് ടിപ്പ് മൈക്രോ ലേണിംഗ് ആണ്. എവറി ഡേ കുറേശ്ശെ പഠിച്ചാൽ മതി. നമ്മൾ ഇന്നിറങ്ങിയ ടെക് ഒന്ന് പഠിക്കുക. പിന്നുള്ളത് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. എല്ലാ സാധനം കയ്യിൽ കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് വിഷ്വലി പഠിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ക്യാമറ അത് ഉപയോഗിച്ച് പരിചയിക്കുന്ന ആളും കേട്ട് പഠിക്കുന്ന ആളും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നമുക്കത് ഓൾറെഡി ക്യാമറകൾ വരുന്നതുകൊണ്ട് നമുക്കിത് ടെസ്റ്റഡ് ആയിട്ടും പറ്റും. പിന്നെ ഓൾറെഡി ഒരുപാട് പേര് വരുന്ന സ്ഥലമാണ്, കമ്മ്യൂണിറ്റിയും കൂടെയാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്ന ആളിൽ ഇന്ന ക്യാമറ ഉണ്ടല്ലോ, അവനെ വിളിച്ച് വരുത്തിയിട്ടോ അല്ലെങ്കിൽ അവനെ പോയി മീറ്റ് ചെയ്തിട്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ക്യൂരിയോസിറ്റി എന്നുള്ളത് ഇങ്ങനെ ഓൾറെഡി അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ പുതിയ ടെക് വരുമ്പോൾ പിന്നീട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ വലിയ സിനിമ എക്യുപ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ റെൻ്റൽ കമ്പനിയിൽ നല്ല വർക്ക് ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് നമുക്ക് അവിടെ പോയാൽ എക്യുപ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യാൻ തരും. ഒരു പുതിയ ക്യാമറ വന്നാൽ ആ ലോഞ്ചിന് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ടെക് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ടെക്നീഷ്യൻസ് വരും. ഇപ്പോൾ റെഡ് ആണെങ്കിൽ റെഡിൻ്റെ ഒരു ടെക്നീഷ്യൻ ഉണ്ട്, രാജ് എന്ന് പറയുന്ന ആൾ. പുള്ളിക്കാരൻ ആന്ധ്രക്കാരനാണ്, നല്ല ഫ്രണ്ടാണ്. അപ്പോൾ നമുക്ക് എന്തും ടൈമിൽ വിളിക്കാം. ഇപ്പോൾ ആര്യയാണെങ്കിൽ ആര്യയുടെ ഒരു മെയിൻ ആൾ മലയാളി തന്നെയാണ്. ആ സംശയം ഉണ്ടെങ്കിൽ അവിടെ പോവാം. അപ്പോൾ ക്യാമറ വരുമ്പോൾ നമ്മളൊക്കെ ഇൻവൈറ്റഡ് ആണ്. അപ്പോൾ ക്യാമറ വെച്ച് പഠിക്കാം, ചോദിച്ചറിയാം. അപ്പോൾ അതിൻ്റെ മെയിൻ ആൾക്കാർ തന്നെ വരുമ്പോൾ അതും അടിപൊളി പഠിക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ കാണുന്നതെല്ലാം കുറച്ചുകൂടെ സെമി പ്രോ അല്ലെങ്കിൽ അമച്ചർ എക്യുപ്മെൻറ്റോ കണ്ടന്റ് ക്രിയേറ്റർ എക്യുപ്മെൻ്റ് ആയിരിക്കും. പ്രോ സിനിമ എക്യുപ്മെൻസിൻ്റെ റിവ്യൂ ഒന്നും നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അതൊക്കെ ഒരു B2B ആണ്. ആ സാധനം വാങ്ങുന്ന കമ്പനിയിലെ റെൻ്റൽ കമ്പനി ആണെങ്കിൽ അവർ ട്രെയിനിങ് കൊടുക്കും. അപ്പം നമ്മൾ അവിടെ പോയിട്ട് പറയാം, എനിക്ക് ഇങ്ങനെ ഒരു ക്യാമറ സെറ്റപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ലൈറ്റിംഗ് സെറ്റപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ക്യാമറ ഇങ്ങനെ മൗണ്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ അത് ട്രെയിനിങ് കിട്ടിയത് പറയും, ഇതിങ്ങനെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ, ഇന്ന സാധനം സൊല്യൂഷൻ ആണല്ലോ, പ്രൊഡക്റ്റ് അല്ല. അപ്പോൾ ആ റിഗിങ് പറഞ്ഞു തരും. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ റെൻ്റൽ കമ്പനീസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി തരും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഷൂട്ട് ഉണ്ട്, ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അവർ ഫ്രീ ഉള്ള ദിവസം പറയും. അത് ഇവിടെ നമ്മുടെ നാട്ടിലും ഉണ്ടോ? ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ചെയ്തിട്ടില്ല. ബട്ട് ഞാൻ ഇവിടെ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇതുപോലെ ഗിംബൽ ടെസ്റ്റ് ചെയ്യണം, ഡ്രോൺ ടെസ്റ്റ് ചെയ്യണം പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കാരണം ചിലപ്പോൾ അത് അറിയാത്ത പെർസ്പെക്റ്റീവ് ആണ്, അല്ലെങ്കിൽ അറിയാത്ത എക്യുപ്മെന്റ് ആണെങ്കിൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ കാര്യമാണ്. കാരണം ഇത് സെല് ചെയ്യണം നമ്മളാണല്ലോ. സോ അറ്റ് ദ സെയിം ടൈം റെന്റൽ കമ്പനിക്കും താല്പര്യം എന്താണ്, പുതിയ എക്യുപ്മെന്റ് വന്നു, ഇത് നാളെ വിറ്റ് പോകണമെങ്കിൽ ഇത് അറിയുന്നവരായിരിക്കണം അത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ അത് എന്തായാലും റെന്റൽ പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അവരുടെ ഇഷ്ടം അതാണ്, ടെസ്റ്റ് ചെയ്യാന്നുള്ളത്. അത് ആരെങ്കിലും വന്നാലേ നടക്കുള്ളൂ, അവർക്ക് ഇഷ്ടപ്പെടും. ആരെങ്കിലും ഒക്കെ യൂസ് ചെയ്താലേ അത് എടുത്ത് യൂസ് ചെയ്യാനും പറ്റത്തുള്ളൂ, പോകത്തുള്ളൂ. അതെ അതെ. മുസ്തഫ ബ്രോ പല ഹാറ്റ് വെയർ ചെയ്യുന്നുണ്ട്. സിനിമാറ്റോഗ്രാഫറാണ്, ഫോട്ടോഗ്രാഫറാണ്, എഡ്യൂക്കേറ്ററാണ്, ഇൻവെസ്റ്ററുമാണ്. ആയിരുന്നു. അപ്പോൾ ഇതിലേതാണ് ബ്രോയുടെ ക്യാരക്ടറിനെ കുറച്ചുകൂടെ ഒരു ഡിഫൈൻ ചെയ്യുന്നത്? Which of the character do you love the most? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? രണ്ടായിരത്തി പറയാം. ഒന്നുകിൽ സൊല്യൂഷൻ മേക്കർ അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലർ, രണ്ടും ഒന്നാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ടെക്കും കൂടെ വരും. സ്റ്റോറി ടെല്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വലി മാത്രമായിരിക്കും. രണ്ടാണെങ്കിലും നമ്മളൊരു പോസിബിൾ ചലഞ്ചിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തും. ഡയറക്ടറിന്റെ സൊല്യൂഷനാണ് സ്റ്റോറി ടെല്ലിങ്, ഡയറക്ടർക്ക് വേണ്ട സൊല്യൂഷനാണ് സ്റ്റോറി ടെല്ലിങ്. പിന്നെ ഞാൻ ടെക്കിലുള്ളത് കൊണ്ട്
ടെക്നിക്കലി എനിക്ക് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ് ആയിട്ടും ഞാൻ സൊല്യൂഷൻ കണ്ടെത്താറുണ്ട്. സിനിമാറ്റോഗ്രാഫറിൽ ഞാൻ ഒരു സ്റ്റോറി ടെല്ലിംഗ് സൊല്യൂഷൻ ഫൈൻഡർ ആണെങ്കിൽ ടെക്നിക്കലി ഞാനൊരു മേക്കറാണ്. അങ്ങനെ വേണമെങ്കിൽ ഞാൻ ഡിഫൈൻ ചെയ്യാം. ഇൻവെസ്റ്റർ എൻ്റെതാണോ എന്ന് വെച്ചാൽ അല്ല, ഐ എം നോട്ട് എ ബിസിനസ് ബട്ട് പഠിച്ച് ബിസിനസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട്. ഏത് പോയിന്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തോന്നിയത്? തോന്നിയത് നമ്മളൊരു ടീം വർക്ക് ചെയ്യണം, നമ്മുടേതായ ഓൺ പ്രൊഡക്ഷൻ വേണം എന്ന രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയിരുന്നു. പക്ഷേ ഇതേ സമയത്ത് തന്നെ എങ്ങനത്തെ ഇൻവെസ്റ്റിംഗ് പാടില്ല എന്നും അതിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ വിട്ടുപോയി, അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു. കാരണം നമ്മൾ ബിസിനസ് പഠിച്ചിട്ടല്ലല്ലോ ഇറങ്ങിയത്, ഇമോഷനിൽ തുടങ്ങിയതാണ്, ഒരു അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൽ തുടങ്ങിയതായിരിക്കാം. പക്ഷെ അതിൽ എന്ത് പാടില്ല എന്നുള്ളത് നമ്മൾ അതിന് കുറച്ച് മനസ്സിലാക്കുന്നു, ചലഞ്ചസിന് പഠിക്കുന്നു, പഠിച്ചു. ഇത് തുടങ്ങുകയാണെങ്കിൽ ആ മിസ്റ്റേക്ക് വരത്തില്ല. പക്ഷെ ഇപ്പം ഞാൻ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് മോഡലല്ല ഉള്ളത്. മേ ബി ലേറ്റർ. ഇപ്പോൾ എന്ത് മോഡലാണ്? ഇപ്പം ഞാനൊരു മേക്കർ സൊല്യൂഷൻ സ്റ്റോറി ടെല്ലിംഗ് മോഡലാണ് ഉള്ളത്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത്രയും ഫ്രണ്ട് ഓഫ് ക്യാമറ ആയിരുന്നില്ല, ഇനി ഫ്രണ്ട് ഓഫ് ക്യാമറയോടെ ചെയ്യണം. കുറച്ചും കൂടെ ഇപ്പം ഫ്രണ്ട്സിനൊക്കെ എനിക്ക് കുറേ കാര്യം സഹായിക്കാറുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്ന പല സൊല്യൂഷൻസും കാണുന്ന രീതികളും ഞാൻ അപ്രോച്ച് ചെയ്യുന്ന വർക്ക് ഫ്ലോയും കുറച്ചുകൂടെ പ്രസന്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പേഴ്സണൽ ബ്രാൻഡിൽ കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്യുകയാണ് നോക്കുന്നുണ്ട്. പേഴ്സണലി അത് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ, അതിൻ്റെ റിസൾട്ടായിട്ട് പേഴ്സണൽ ബ്രാൻഡിങ് കിട്ടും. പോസിറ്റീവാണ്. കമ്മിങ് ടു ദി ടെക്, ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി വീടെല്ലാം ഓട്ടോമേറ്റഡ് ആണ്, ആൻഡ് സ്വന്തമായ ഒരു 3D പ്രിന്റർ ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് കുറച്ചുകൂടെ ഒന്ന് പറയാമോ നമ്മുടെ ഓഡിയൻസിന് അറിയാൻ വേണ്ടി? ഇതൊരു ഞാൻ പഠിച്ച ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നൊരു ഹോബി, അങ്ങനെ പറയാം. തുടങ്ങാനുള്ള കാരണം ഞാൻ ഒരു മോഷൻ കൺട്രോൾ സിസ്റ്റം വെച്ചിട്ടൊരു ബിസിനസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ബിസിനസ് അല്ല, ഒരു സൊല്യൂഷൻ കൊണ്ടുവരാം. സിനിമാറ്റോഗ്രാഫിയിൽ അത് വേറൊരു വേൾഡാണ്, ടെക് ബേസ്ഡ് റോബോട്ടിക് ബേസ്ഡ് സൊല്യൂഷൻ. അതിന്റെ ഭാഗമായിട്ടാണ് 3D പ്രിന്റിങ്ങും ലേസർ കട്ടിങ്ങും ഒക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. പിന്നെ ഡ്രോണും തുടങ്ങിയ സമയത്ത് കുറേ ഈ ഇലക്ട്രോണിക്സ്, മൈക്രോ ഇലക്ട്രോണിക്സിലോട്ട് വന്ന സമയത്താണ് ഓട്ടോമേഷനും ചെയ്തു തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും കണക്റ്റഡ് ആണ്. ബേസിക്കലി സെയിം ടെക്ക് ഇൻ എ ഡിഫറെൻറ്റ് സൊല്യൂഷൻ. ഡ്രോൺ ആണെങ്കിൽ അത് പറക്കുന്ന യന്ത്രം, ഓട്ടോമേഷൻ്റെ അകത്തൊരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് വീട് നിയന്ത്രിക്കുന്നു. സെയിം കമ്പ്യൂട്ടർ 3D പ്രിന്റർ കൺട്രോൾ ചെയ്യുന്നു പറഞ്ഞ പോലെ എല്ലാത്തിനും അങ്ങോട്ടും ബ്രാഞ്ചസിനെ കൊണ്ട് ഡീവിയേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ വീട് ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്കത് യൂസ്ഫുള്ളായി. പല കാര്യങ്ങളിലും നമ്മൾ സമയം സേവ് ചെയ്യാനും ലൈഫ് സ്റ്റൈൽ ഓട്ടോമേറ്റ് ചെയ്യാനും ഓട്ടോമേഷൻ പറ്റി. വെറുതെ ഒരു ഹേ അലക്സ എന്നുള്ളതല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് കുറേ ചേഞ്ചസ് വരുത്താൻ പറ്റിയിട്ടുണ്ട്. യൂസ് കേസ് എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹീറ്റർ, നമുക്ക് വേണമെങ്കിൽ ഹീറ്റർ വെറുതെ ഓണാക്കാം. അപ്പോൾ എനിക്ക് എൻ്റെ ഓട്ടോമേഷൻ തന്നെ കുറച്ചുകൂടെ കണക്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ എൻ്റെ ഇമെയിലും ഗൂഗിൾ കലണ്ടറും കണക്റ്റഡ് ആണ്. അപ്പോൾ എനിക്കൊരു പുലർച്ചെ 4 മണിക്ക് വർക്കിന് പോകണം. എനിക്കവിടെ ഹീറ്റർ ഇടുന്ന സമയം 3 മണിയായിരിക്കും. എനിക്ക് 2:30 ഹീറ്റർ ഓണാക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞ് ഓണാക്കാം, അതൊരു വഴി. ഞാൻ മറന്നുപോയി. എനിക്ക് എൻ്റെ ഗൂഗിൾ കലണ്ടർ ലിങ്ക് ചെയ്തിട്ട് എൻ്റെ ട്രാവൽ ടൈമിനനുസരിച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉറക്കം സമാധാനപരമാണ്, എനിക്ക് മൈൻഡ് ഫ്രീ ആയിട്ട് കിടക്കാം. ആ സമയത്ത് ഹീറ്റർ ഓണായി സർട്ടൺ ടൈം കഴിഞ്ഞ് ഓഫ് ആയിട്ടുണ്ടാവും, നമ്മൾ റെഡിയാണ്. അതും വേണമെങ്കിൽ ഒന്നുകൂടെ ചെയ്തിട്ട് ഓക്കെ വെതർ കറക്റ്റാണ്, ഔട്ട് സൈഡ് ടെമ്പറേച്ചർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഹീറ്റർ ഓൺ ആക്കണ്ടെങ്കിൽ അതും നമുക്ക് തീരുമാനിക്കാം. അതൊരു ഓപ്ഷൻ. പിന്നെ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പം ഡോർ ലോക്കൊക്കെ ഉപകാരപ്പെടുന്നത് ഫ്രണ്ട്സിനൊക്കെ, ഞാൻ പലപ്പോഴും എക്യുപ്മെൻറ്റ് വല്ലതും അഡീഷണൽ എടുക്കാനുണ്ടെങ്കിൽ ഞാൻ ഫ്രണ്ട്സിനോട് പറയും, ഞാൻ ഡോർ തുറന്നുതരാം, പോയി എടുത്തിട്ട് പോരാം. അത് ആണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട വേറെ സാധനം. അപ്പോൾ ഡോർ ഇവിടെ തുറന്നു കൊടുക്കും. ഇപ്പോഴാണ് ഈ നാട്ടിൽ വന്ന സമയമാണ്, അപ്പോൾ ഞാൻ ഫ്രണ്ട് ഡോർ ലോക്ക് ഇട്ട് കൊടുത്തിട്ടാണ്, അവൻ തുറന്ന് ആവശ്യമുള്ളപ്പോൾ വീടൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വിടും. അങ്ങനെ കുറേ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. പിന്നെ ടിപ്പിക്കലി നമ്മൾ ലൈഫ് സ്റ്റൈൽ, ഇപ്പം നമ്മൾ ഏത് മോഡാണെങ്കിൽ അതിനനുസരിച്ചുള്ള ലൈറ്റ്സിനൊക്കെ നമ്മൾ വേറെ തരത്തിൽ ഫീൽ ആക്കുന്ന രീതിയിലൊക്കെ ചെയ്യാം. ഈ ഓട്ടോമേഷൻ നമ്മുടെ സിനിമാറ്റോഗ്രഫി ഭാഗമായിട്ട് എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? ചില സീനുകളിൽ സെറ്റ് ലൈറ്റിങ്ങിൽ നമ്മൾ ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ വന്ന് ലൈറ്റ് ഓൺ ചെയ്യുന്ന സീനൊക്കെ നമ്മൾ ഗാഫർ ഓൺ ആക്കുന്നതിന് പകരം നമ്മളത് ഓട്ടോമേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്വിച്ചിൽ തന്നെ നമ്മൾ ഓട്ടോമേഷൻ കൊടുത്തിട്ടുള്ള സ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ചില ലൈറ്റ്സൊക്കെ DMX കൺട്രോളിലോട്ടൊക്കെ ലിങ്ക് ചെയ്തിട്ട്, കാരണം ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റ്സ് ഒന്നും സിനിമ ലൈറ്റ് ആയിരിക്കില്ല, അതിനിങ്ങനെ ബ്ലൂടൂത്ത് കൺട്രോൾ ഉണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ നമ്മൾ റിലേ ഒക്കെ വെച്ചിട്ട് ആ ടൈമിന് ഓൺ ആക്കുന്ന ചെയ്തിട്ടുണ്ട്. പിന്നെ ചില മോട്ടറൈസ് സിസ്റ്റംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നൈസ്. ഏതൊക്കെ മൂവീസിലാണ്, മലയാളം മൂവീസിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്? തുടക്കം CIA,
ഓക്കെ. അതിൽ ഡ്രോൺ ഷോട്ട്സ് എടുത്തിട്ടുണ്ട്. പിന്നീട് മായനദി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഡ്രോണ് ഗിംബൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കുട്ടമ്പലയുടെ ശിവരാത്രി വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്ത് സോളോ മൂവി വർക്ക് ചെയ്തിട്ടുണ്ട്. സുഡാനി ഫ്രം നൈജീരിയ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മൂവിയിൽ ഞാൻ കൂടുതൽ വർക്ക് ചെയ്തത് ട്രാൻസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് നോക്കിക്കാണുന്ന ബോൾട്ട് സീൻസ് ഉണ്ടല്ലോ, അത് ബ്രോ തന്നെയായിരുന്നോ ഓപ്പറേഷൻ? ബോൾട്ട് അന്ന് ഞാൻ അറിയാം, പക്ഷെ ഞാൻ അന്ന് ബോൾട്ട് ഓപ്പറേറ്റർ അല്ല. ഞാൻ ഫസ്റ്റത്തെ സീക്വൻസിൽ മാത്രമേ ട്രാൻസിലുള്ളൂ. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ഇതിൻ്റെ ടീമാണ്. മൂവി കംപ്ലീറ്റ് ആയിട്ട് ആ പ്രൊജക്റ്റോടുകൂടി ഞാൻ മലയാള സിനിമയിൽ നിന്ന് മാറി, പൂർണ്ണമായിട്ടും ദുബായിലോട്ട് തിരിച്ചെത്തി. പക്ഷെ ബോൾട്ട് ഞാൻ തുടങ്ങുന്നത് ഒരു 2 ഇയർ മുന്നേ. ട്രാൻസ് കഴിഞ്ഞിട്ടാണ് ബോൾട്ട് തുടങ്ങുന്നത്? ഞാൻ ദുബായിലാണ് ബോൾട്ട് ചെയ്യുന്നത്. അന്ന് അവിടെ ആ സമയം വരെ ദുബായിൽ ഒരു ബോൾട്ടേ ഉള്ളൂ. പിന്നീട് ഇപ്പോൾ ടോട്ടലി 5 ഉണ്ട് ദുബായിൽ. മൾട്ടിപ്പിൾ കമ്പനി 5 ഉണ്ട്. അതിൽ ബാക്കി 2 ടീമിൻ്റെയും ഞാൻ ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. അതൊരു 2 ഇയർ മുന്നെയാണ് പഠിച്ചതും സർട്ടിഫൈഡ് ആയതും. അതിന് സർട്ടിഫിക്കേഷനും ഉണ്ട്. സർട്ടിഫിക്കേഷൻ മാത്രമേ അവർ ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നിയമം. കാരണം അതൊരു എക്സ്പെൻസീവ് എക്യുപ്മെന്റും ആണ്. അതുപോലെ തന്നെ സേഫ്റ്റി കൺസേൺഡ് ആയിട്ട് എക്യുപ്മെന്റ് കൂടെയാണ്. റോങ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപകടം സംഭവിക്കാം. അപ്പോൾ അതിൻ്റെ എല്ലാ ആസ്പെക്റ്റും പഠിച്ച്, റോബോട്ടിക്സിനെ കുറിച്ച് പഠിച്ച്, ഒരു റോബോട്ടിക് ആം എങ്ങനെ വർക്ക് ചെയ്യുന്ന പഠിച്ച്, പിന്നെ അത് സിനിമാറ്റോഗ്രാഫിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു പെർസ്പെക്റ്റീവ് പഠിക്കണം. അപ്പോൾ ആദ്യം അവർ പഠിപ്പിക്കുക അതിൻ്റെ ഡേഞ്ചേഴ്സ് ആണ്. അത് ഏതിനും അങ്ങനെ തന്നെയാണ്. ഡ്രോൺ പഠിക്കുമ്പോൾ നമുക്ക് എയറോനോട്ടിക്കൽ സേഫ്റ്റി കൺസേൺസ് ആണ് ആദ്യം പഠിപ്പിക്കുന്നത് ലൈസൻസിൽ. എയർക്രാഫ്റ്റിൻ്റെ ക്രാഷസ്, അതുകൊണ്ട് വരുന്ന അപകടങ്ങൾ പഠിപ്പിക്കുന്ന പോലെ ഈ അപകടങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ടാണ് അവർ പഠിപ്പിക്കുള്ളൂ. അതുകൊണ്ട് ഇതിനൊരു വൈവർ ഉണ്ട്, സൈൻ ചെയ്തിട്ടേ തരുള്ളൂ. കാരണം ഇതൊരു ഹൈ സ്പീഡ് എക്യുപ്മെൻ്റ് ആണ്. ഇതൊരാളുടെ തലമുറ കഴിച്ച തല പൊളിയും. അപ്പോൾ അതവർ അതുകൊണ്ടാണ് അവർ പറയുന്നത്. കാണുമ്പോൾ ഫാൻസി ആണെങ്കിലും അതിനതിൻ്റെ ഡേഞ്ചർ ഉണ്ട്. കാരണം ഏത് എക്യുപ്മെന്റിനും ഫെയിലേഴ്സ് ഉണ്ടാവാം. മിസ്ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് പാനിക് ആവാതെ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പഠിക്കണം. അത് വയറൂരിടണം. അപ്പം നമുക്ക് എവിടെ നിർത്തണം എന്ന് തോന്നണം, അതിനാണ് നമ്മൾ അലേർട്ടായിരിക്കണം. അപ്പം നമുക്ക് ഷൂട്ട് എടുക്കുമ്പോൾ ഈ റോബോട്ടിൻ്റെ അടുത്ത് ഒരു കുട്ടി നടന്നു പോയോ അല്ലെങ്കിൽ ട്രാക്കിൽ കൂടെ ആൾ കടന്നു പോയാൽ കാല് രക്ഷം. അപ്പം നമുക്കവിടെ എമർജൻസി സ്റ്റോപ്പൊക്കെ ഉണ്ട്. അത് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അത് നമ്മൾ പഠിപ്പിക്കുന്നുമുണ്ട് എപ്പോൾ അമർത്തണം എന്നുള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ബോൾട്ട് ഓപ്പറേഷൻ കംപ്ലീറ്റ്ലി പഠിച്ചു കഴിഞ്ഞിട്ട് ബ്രോയ്ക്ക് എന്തെങ്കിലും ഒരു മെയിൻ ലൈക്ക് സിനിമാറ്റോഗ്രാഫിയിൽ ഒരു പുതിയ സെഗ്മെൻ്റ് ആണല്ലോ നമ്മൾ ബോൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടു തുടങ്ങിയത്. മെയിൻലി നമ്മൾ ട്രാൻസിലൊക്കെയാണ്, മലയാളം സിനിമയിലെ ട്രാൻസിലാണ് ആ ബോൾട്ട് മൂവ്മെൻറ്റ് ഏറ്റവും ആദ്യമായിട്ട് കണ്ട ആൾക്കാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലാക്കി തുടങ്ങിയത്. അപ്പോൾ വാട്ട് വാസ് യുവർ ആ ഒരു ബൾബ് ഓൺ മൂവ്മെൻ്റ് ഇല്ല, ഇത് കൊള്ളാമല്ലോ, ഇതിനെപ്പറ്റി പഠിച്ചാലോ എന്ന് തോന്നിയത് എപ്പോഴായിരുന്നു? ഞാൻ ബോൾട്ടിനെ കുറിച്ച് ആദ്യം 2014 അതൊരു ബോൾട്ടിന്റെ ഷോറൂമിൽ വന്നപ്പോഴാണ് ഈ ഒരു എക്യുപ്മെന്റ് ഉള്ള വിവരം ഞാൻ അന്ന് അറിയുന്നത്. പക്ഷെ അതന്നൊക്കെ ഒരു മനസ്സിലുണ്ട്. പക്ഷെ ഇത് ഞാൻ എക്യുപ്മെന്റ്സ് ഒക്കെ വർക്കിന് എടുക്കുന്ന നല്ല പരിചയമുണ്ട്, അവർക്ക് വേണ്ടി വർക്കിന് പോകാറുണ്ട്. ഞാൻ സെക്കൻഡ് ക്യാമറ ആയിട്ടും ക്യാമറ ഓപ്പറേറ്റർ ആയിട്ടും പോകാറുണ്ട്. അതുപോലെ റോബോട്ടിക് എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. റോബോട്ടിക് മീൻസ് ഇപ്പോൾ ചില ടൈപ്പ് ഓഫ് ഫ്ലൈറ്റ് ഹെഡ്സ് എന്നൊക്കെ പറയും, നമ്മൾ ഗിയർ വീലൊക്കെ ഓപ്പറേഷൻ അല്ലെങ്കിൽ കാർ ക്രെയിൻ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പോകാറുണ്ട്. അപ്പോൾ അവർ ഇത് വാങ്ങിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് പഠിക്കണം. വൈ നോട്ട് ജോയിൻ? കാരണം അവർ മോസ്റ്റ് വെൽക്കം ചെയ്യുന്ന ഇങ്ങനത്തെ ആൾക്കാരെയാണ്. കാരണം കഴിവുള്ളവർ വന്നാൽ അത് അഗെയിൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ജോയിൻ ചെയ്യാം. അപ്പോൾ അവർ ഫീസ് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫീസ് അവർക്ക് എൻ്റെ പ്രൊപ്പോഷനോടെ വന്നപ്പോൾ മറ്റുള്ളവർക്ക് കൂടെ എളുപ്പമായി. അപ്പോൾ അത് അവർ ചേർന്നു. പക്ഷെ അവിടെ കറക്റ്റ് മിക്സ് ആയിട്ട് പഠിക്കാൻ പറ്റി. ഒന്ന് അതൊരു ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് ആണ്, കുറച്ച് പ്രോഗ്രാമിംഗ് കമ്പ്യൂട്ടർ ഇൻവോൾവ് ആണ്, ദെൻ യൂസ് ഫോർ സിനിമാറ്റോഗ്രാഫി. മൂന്നും സെറ്റാണ്. അതുകൊണ്ട് അത് പെട്ടെന്ന് പഠിക്കാൻ പറ്റി. ഒരാഴ്ചത്തെ ക്ലാസ് മോസ്റ്റ്ലി അബൌട്ട് എക്യുപ്മെന്റ്, ഫസ്റ്റ് സേഫ്റ്റി കൺസേൺസ്, ദെൻ കംസ് ടു സോഫ്റ്റ്വെയർ. പിന്നെ ബ്രെയിൻ സോഫ്റ്റ്വെയർ തന്നെയാണ്. പെർസ്പെക്റ്റീവ് മാറി. കാരണം എന്ന് വെച്ചാൽ സാധാരണ ഷൂട്ട് പോലെയല്ല, കുറച്ചുകൂടെ പ്രപ്പ് വേണം, കുറച്ചധികം പ്രപ്പ് വേണം. അതായത് ഈ എക്യുപ്മെന്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ടൈം എടുക്കും, 2 hour ടൈം എടുക്കും. ഡിസ്മാൻഡിൽ ചെയ്ത് മാറ്റണമെങ്കിൽ 3 hour ടൈം എടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവിടെ പറ്റില്ല അവിടെ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഇവിടുത്തെ വർക്കുകളൊന്നും പറ്റൂല. അത് മാത്രമല്ല, ഇതിന്റെ ഫോക്കസ് ഓട്ടോമാറ്റിക്കോ അല്ല, പ്രീ പ്രോഗ്രാംഡ് ആണ്. എന്ന് വെച്ചാൽ ആ ഫോക്കസിൽ നിന്ന് ഒരാൾ അവിടെ മാറി കഴിഞ്ഞാൽ ഫോക്കസ് ഔട്ട് തന്നെയാണ്. അപ്പോൾ സ്റ്റണ്ട് ആണ് ഷൂട്ടുന്നെങ്കിൽ ആ സ്റ്റണ്ട് അവിടെ തന്നെ ഒന്ന് ചെയ്തിരിക്കണം. അതിനെ കൊറിയ മാറിക്കഴിഞ്ഞാൽ അവിടെ പൊസിഷൻ പിന്നിട്ടിൽ ഇങ്ങോട്ടായി കഴിഞ്ഞാൽ ഔട്ടാവും. അപ്പോൾ അത് അത്രയും നമ്മൾ ബോൾട്ട് ഓപ്പറേറ്റർമാർ പറഞ്ഞു കൊടുക്കും. പക്ഷെ അത് നമുക്ക് ഓട്ടോ ഫോക്കസിൽ വെക്കാൻ പറ്റൂല. ഇല്ല, അത്ര ഹൈ സ്പീഡിൽ ഫോക്കസ് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. സെൻസിങ് ഈ ഫ്രീക്വൻസി ഡിസ്റ്റൻസ് ചിലതൊക്കെ ഓക്കെ, സ്ലോ മോഷൻസ് എല്ലാം നമുക്ക് ചെയ്യാം. അതൊക്കെ നമ്മൾ ചില സമയത്ത് മാനുവൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഹൈ സ്പീഡ് മൂവ്മെന്റ് പോസിബിൾ അല്ല. ഓട്ടോ ഫോക്കസിൽ തന്നെ നമ്മൾ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് അതിന്റെ ഇൻഫർമേഷൻ ലെൻസിലേക്ക് എത്തി, ലെൻസിനെടുത്ത് അത് ഫോക്കസ് മോഡറിലേക്ക് എത്തി അത് റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര സ്പീഡിൽ പറ്റില്ല.
ഈവൻ വിർച്വൽ പ്രൊഡക്ഷനിൽ പോലും ഹൈ സ്പീഡ് കഴിയില്ല. കാരണം നമ്മുടെ സ്ക്രീനിൻ്റെ വിർച്വലിൻ്റെ റിഫ്രഷ് റേറ്റ് പാകാവില്ല, ഒരു ബ്ലറൊക്കെ വരും. ഞാൻ ഏറ്റവും കൂടുതൽ ബോൾട്ടിൻ്റെ ഓപ്പറേഷൻ കണ്ടിട്ടുള്ള ഒരു റെഡ് കാർപ്പറ്റ് പോലെ ഒരു പുള്ളി ഗ്ലാം ബോട്ട്, അതിനകത്ത് പുള്ളി ചെയ്യുന്ന കുറേ സംഭവമുണ്ട്. അവിടാണ് ആക്ച്വലി ബോൾട്ട് ക്യാമിനെ പറ്റി കൂടുതൽ ഞാൻ കണ്ടത് പറയുന്നത്. പക്ഷെ അതിലാ ചെയ്യുന്നതിനകത്ത് ഇത്രയും ടെക്നീക്ക് ഉണ്ടെന്ന് എപ്പോഴാണ് മനസ്സിലായത്. മൂവി ഞാൻ ഗ്ലാം ബോട്ടും ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വർക്കും ഗ്ലാം ബോട്ട് വർക്ക്. ഗ്ലാമും ബോൾട്ടും രണ്ടും ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഗ്ലാം ബോട്ട് വേറെ ബ്രാൻഡാണ്. ഓക്കെ, അതിന് പേര് വീണതാണ്. നമ്മൾ ചില പേസിന്റെ പേരിൽ ബ്രാൻഡ് അറിയപ്പെടുന്ന പോലെ ഗ്ലാം ബോട്ട് ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ആ ഒരു ഗ്ലാമറസ് റോബോട്ട് എന്ന പേരിൽ വന്നതാണ്. ഫാൻസി ആയിട്ട് റെഡ് കാർപ്പറ്റിൽ ഇങ്ങനെ ഹൈ സ്പീഡ് ഡ്രസ്സൊക്കെ പാറിപ്പിച്ചിട്ട് ഒരു മൂവ്മെന്റ് എടുക്കുന്നത്. മെയിൻലി 2 പേർപ്പസാണ് ബോൾട്ടിന്റെ യൂസ്. ഒന്ന് ഹൈ സ്പീഡ് ക്യാമറ മൂവ്മെന്റ്. വിത്ത് ഹൈ സ്പീഡ് ക്യാമറ മൂവ്മെന്റ് സ്പീഡ് ആയിരിക്കും, ക്യാമറയുടെ ഫ്രെയിം റേറ്റും സൂപ്പർ സ്പീഡ് ആയതുകൊണ്ട് സ്ലോ മോഷൻ പ്ലേ ചെയ്യാം. രണ്ടാമത് റിപ്പീറ്റബിലിറ്റി. ഓവർ ആൻഡ് ഓവർ സെയിം ഷോട്ട് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏജിങ്, പ്രോഗ്രസിങ്, അല്ലെങ്കിൽ ചേഞ്ച് ഓവേഴ്സ്, മൾട്ടിപ്പിൾ ആക്ടേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഈ 2 പേർപ്പസിനെ ഇത് യൂസ് ചെയ്യാൻ പാടും. അതിനപ്പുറത്ത് ആരും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അതിനുള്ള ടൈം ഉണ്ട്. നമുക്ക് നോർമലി 1 ഡേ പ്രെപ്പ്, 1 ഡേ ഷൂട്ടാണ് മിനിമം പറയാം. 1 ഡേ പ്രെപ്പ്. ചില സമയത്ത് നമ്മൾ ഹാഫ് ഡേ പ്രെപ്പ് ചെയ്ത് ഹാഫ് ഡേ ഷൂട്ട് സിറ്റുവേഷനും ഉണ്ട്. പക്ഷെ അത് പൊതുവെ ഒത്തിരി പാടാണ്. കാരണം നമ്മൾ നേരത്തെ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഷോർട്ടെല്ലാം പ്ലാൻ ചെയ്ത് വരുമ്പോഴേക്ക് എങ്ങനെ വന്നാലും സമയം എടുക്കും. എൻ്റെ കോസ്റ്റ് ഓഫ് ലേണിംഗ് എത്ര വരും? എമൗണ്ട് ഓഫ് ഫീയോ അത് അവിടെ ഫീ ഷെയർ ചെയ്തുകൊണ്ട് നമുക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ അവിടെ ഷെയർഡ് ആണെങ്കിൽ ഇപ്പം നമ്മൾ 5 പേര് ചേർന്ന് പഠിക്കാനാണെങ്കിൽ 5 പേർക്കും കയറി പഠിക്കാം, അങ്ങനെയാണോ? അങ്ങനെയാണ് അവർ ചെയ്തത്. ഇൻസ്ട്രക്ടർ വരുന്ന ഫീ ഉണ്ട്. അതെനിക്ക് $10,000 എന്തോ മറ്റോ ആണ് ചാർജ് 1 വീക്കിന്. ആ ഡോളർ ചാർജിനെ അവർ പ്ലസ് അവരുടെ അന്നത്തെ അവരുടെ താമസം, ഭക്ഷണം ഉൾപ്പെടെയുള്ള ചിലവുകൾ ഡിവൈഡ് ചെയ്തിട്ടാണ് ആ സ്റ്റുഡൻസ് പഠിച്ചത്. പക്ഷേ മുഴുവൻ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമേ അവർ സർട്ടിഫിക്കറ്റ് കൊടുത്തുള്ളൂ. കാരണം ഒരു ദിവസം മിസ് അവർക്ക് കൊടുത്തില്ല. കാരണം അവർക്കത് ഉറപ്പിക്കണമായിരുന്നു. എല്ലാവരും വന്നു, പക്ഷെ വർക്കുള്ളവർ ചില പ്രയോറിറ്റിയിൽ പോയതുകൊണ്ട് ചിലർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. ബാക്കിയുള്ളവർക്ക് ഒരു കൊടുത്തു. നൈസ് ബ്രോ. ഈ ഓൾഡസ്റ്റ് പേൾ ഇൻ ദ വേൾഡ് ഫോട്ടോ ആദ്യമായിട്ട് എടുത്തു. എന്താണ് അതിൻ്റെ പേർല സ്റ്റോറി എന്ന് പറയാം? ഞാൻ ആർട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ദുബായ് UAE ഗവൺമെൻറ് വേണ്ടിയിട്ട് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിട്ട് പുറത്ത് പോയി ഷൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആർട്ട് ഷൂട്ട് ചെയ്ത് ഞാൻ ചെറിയ ഗാലറിയിൽ തുടങ്ങി. പിന്നെ ആർട്ട് ദുബായ് എന്ന പരിപാടിയുടെ ഒഫീഷ്യൽ ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു. പിന്നെ ആർട്ട് അബുദാബി ചെയ്തിട്ടുണ്ട്. അങ്ങനെ വർക്കുകൾ കയറി വന്നപ്പോൾ അബുദാബി ടൂറിസത്തിൻ്റെ കുറേ വർക്കുകളും പ്ലസ് എൻ്റെ പോർട്ട്ഫോളിയോ അബുദാബി ലൂ മ്യൂസിയത്തിലും എത്തി. അപ്പോൾ അവിടുത്തെ ഒരു അപ്രൂവ്ഡ് ഫോട്ടോഗ്രാഫറും കൂടെയാണ് ഞാൻ. അപ്പോൾ അവിടെ ഈ ആർട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ആർട്ട് കൺസർവേഷൻ സെൻ്റർ ഉണ്ട്. അതിന് താഴെ ഒരു പ്രോപ്പർ ഗ്രേ പെയിൻ്റ് അടിച്ചിട്ടുള്ള ഒരു പ്രോപ്പർ ഗ്രേ റൂം ഉണ്ട് ഫോട്ടോ എടുക്കാൻ. അവിടെ ഫുള്ളി നമുക്ക് എല്ലാ സിസ്റ്റം ഉണ്ട്. ഒരു ആർട്ട് ഹാങ് ചെയ്ത് നമ്മൾ തൊടാൻ പറ്റില്ല ആർട്ട് ഒരിക്കലും. അതിന് ആർട്ട് ഹാൻഡ്ലേഴ്സ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. അവിടെ അതിന് ഹൈലി സിസ്റ്റമാറ്റിക് ആണ്. എയർപോർട്ടിനെക്കാട്ടിയും കൂടുതൽ സെക്യൂരിറ്റി ഉണ്ടെന്ന് കിടക്കാൻ. ഒരു ഡോറ് കടന്ന് ആ ഡോർ അടങ്ങി. ദെൻ അടുത്ത ഡോറിൽ ക്യാമറ പറയണം. കാരണം ആർട്ട് അത്രയും വാല്യൂ ഉണ്ട്. വേൾഡിൽ മോസ്റ്റ് വാല്യൂഡ് സാധനത്തിലൊന്നാണല്ലോ ഹ്യൂമൻ മെയ്ഡ് ആർട്ട്. അപ്പോൾ അവിടെ ചെന്ന് ഈ ആർട്ട് നമ്മൾ അത്രയും ആക്സസിബിൾ സ്ഥലത്താണ് എടുക്കുന്നത്. അവിടെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടുത്തെ ഷൂട്ടിൽ അവരുടെ ഒരു ഓൺ സാധനമായിരുന്നു വേൾഡിൽ ഓൾഡസ്റ്റ് പേൾ. അതിൻ്റെ വലിപ്പം ഒരു അരിമണ്ട ചെറുതാണ്. അതുപോലെ ഇത് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഭയങ്കര ചലഞ്ചിങ് ആയ സാധനമാണ്. ഏതാണ്ട് ഈ ഒരു 2.5 മില്ലി എടുക്കാൻ ഞാൻ 41 ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോക്കസ് കിട്ടാത്തതുകൊണ്ടാണോ? ഫോക്കസ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചത് മാക്രോ 6x മാക്രോ പ്രോബ്ലംസ് ഉണ്ട് ക്യാനൻ്റെ അന്നത്തെ. അതിനാണ് അത്രയും മാഗ്നിഫിക്കേഷൻ കിട്ടുക. അത് ഈ 2.5 മില്ലിനെ 41 പ്രാവശ്യം ഡിവൈഡ് ചെയ്താനിരിക്കും. റെയിൽ വെച്ചെടുത്ത് സ്റ്റാക്ക് ചെയ്ത് മാനുവലിയും കുറേ സ്റ്റാക്ക് ചെയ്തിട്ടാണ് പടം എടുത്തത്. ചലഞ്ചിങ് ആയിരുന്നു. ഏതാണ്ട് ഒരു ഓൾമോസ്റ്റ് ഡേ എടുത്തിട്ടുണ്ട് ആ ഒരു പടം എടുത്തു തീർക്കാൻ. അതിൻ്റെ എൻ്റെ പോർട്ട്ഫോളിയോയിൽ എൻ്റെ ബിഹൈൻഡ് സീനുണ്ട്. ഒരു കുഞ്ഞൊരു സ്റ്റുഡിയോ, ഇത്ര ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ വലിപ്പമുള്ള ഒരു പേപ്പറാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് പോലെ. പിന്നെ കാർഡ്, നമ്മൾ ബിസിനസ് കാർഡ് വെക്കൂലേ, ചെറിയ ക്ലിപ്സ്, ബ്രാൻഡ് നെയിമോ ഫുഡിന്റെ പേര് വെക്കുന്ന പോലെ, അങ്ങനത്തെ ക്ലിപ്പാണ് എൻ്റെ റിഫ്ലക്ടർ. കാരണം എനിക്ക് വലുതല്ല കൊടുത്തത്, എൻ്റെ ലൈറ്റ് ആക്ച്വലി ചെറുതാണ്, പക്ഷെ അത്ര അടുത്തായതുകൊണ്ട്. പിന്നെ പ്രോബ് യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി കൂടുതൽ ലൈറ്റും വേണ്ടേ? ഒരുപാട് ലൈറ്റ്, പക്ഷെ ആ ലൈറ്റ് അത്ര അടുത്താണല്ലോ. ഇൻവേഴ്സ് സ്ക്വയറിൽ വെച്ചിട്ട് നമ്മൾ അത്ര അടുത്താണ് ലൈറ്റ്. എൻ്റെ ആക്ച്വലി ലൈറ്റ് ഒരു 1 ഫീറ്റിന്റെ പാനൽ ലൈറ്റ് മാത്രമായിരുന്നു. പിന്നെ ദൂരെ വെക്കുന്നതിൽ അർത്ഥമില്ല, അപ്പൊ അത് ഫ്ലാറ്റ് ആയി പോകും. ലൈറ്റ് എപ്പോഴും നമ്മുടെ സബ്ജക്റ്റിനെക്കാട്ടിയും ഒരു പോർഷൻ വലുതായാൽ മാത്രം മതി, ഓവർ വലുതാവുന്നതിനും കാര്യമില്ല. സോഫ്റ്റ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് സബ്ജക്റ്റിന് പ്രൊപ്പോർഷനിലാണ്. അതായത് ഒരാൾക്കുള്ള ലൈറ്റ് ചിലപ്പോൾ 6 ഫീറ്റ് ആണെങ്കിൽ ഒരു കാറിന് 10 ഫീറ്റ് ആണെങ്കിൽ ഒരു ഉറുമ്പിന് അത് 2 സെന്റിമീറ്റർ മതി. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ റേഷ്യോ, ആ ഒരു റേഷ്യോ ആണ്. അപ്പോൾ ഒരു പേൾ എടുക്കാൻ എനിക്ക് ഇത്ര അടുത്ത് ലൈറ്റ് മതി.
ഓക്കെ. അപ്പോൾ ഇവിടെ വെക്കുന്ന 10 ഫീറ്റ് ലൈറ്റും ഇവിടെ വെക്കുന്ന 1 ഫീറ്റ് ലൈറ്റും ഏതാണ്ട് ഈക്വൽ ലൂമിനോസിറ്റി തരും. അതെനിക്ക് വേണ്ടിയിരുന്നത്. അതും ആ ഹൈലൈറ്റ് കിട്ടണം, കാരണം അതിന് കുറേ ലെയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റ് അങ്ങനെ കാണണം. എപ്പോഴും സോഫ്റ്റ് ലൈറ്റ് ഇസ് ബിഗ്ഗസ്റ്റ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ദൂരെ കൊണ്ടുവെക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ജ്വല്ലറി എടുക്കുമ്പോൾ ആക്ച്വലി ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ക്ലോസസ്റ്റ് ആയി കൊണ്ടുവെക്കുന്നതായിരിക്കും നല്ലത്, കാരണം ഏരിയ കവർ ആയാൽ മതി. മാക്രോ ചെയ്യുമ്പോൾ ആ ലെവലിൽ അത്രയും പവർ ലൈറ്റ് തന്നെ, ബട്ട് സെയിം ടൈം അത്രയും ക്ലോസസ്റ്റ് ആയി കൊണ്ടുവന്നു, ഫിൽസ് എല്ലാം കറക്റ്റായി കൊണ്ടുവന്നു, ഫ്രണ്ടിലൊക്കെ പേപ്പറൊക്കെ വെച്ചിട്ട്. മെയിൻ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ലെൻസിൻ്റെ ഷാഡോ ഒഴിവാക്കാൻ. ലെൻസ് ഭയങ്കര ബിഗറാണല്ലോ. ഇത് മറ്റേ പ്രോബ് അല്ല, ആ പ്രോബ് അല്ല ഇത് ഉപയോഗിച്ചിരുന്നത്. MP60 എന്ന ലെൻസ് ഉണ്ടായിരുന്നു ക്യാനൻ്റെ. അതൊരു 6x മാഗ്നിഫിക്കേഷൻ വരുന്ന മൈക്രോസ്കോപ്പിക് ലെൻസാണ്. പ്രോബ് എന്ന് പറഞ്ഞാൽ 1:1 മാക്രോ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ സൈസിൻ്റെ അതേ വലുപ്പേ കിട്ടുള്ളൂ. ക്ലോസസ്റ്റ് 6x എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നതിന് 6 times മാഗ്നിഫിക്കേഷൻ തരും. അത് വ്യത്യാസമുണ്ട്. അപ്പം മാക്രോ ഇസ് നോട്ട് ഓൾവേസ് സെയിം മാക്രോ. മാക്രോ മീൻസ് ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് മാത്രമേ പറയുന്നുള്ളൂ. മാഗ്നിഫിക്കേഷൻ പറയുന്നതാണ് 1:1 എന്ന് പറയുന്നത്. അതാണ് നോർമൽ മാക്രോ. ഇത് 1:6 ആണ്, ഓർ 6:1 whatever, 6 times ബിഗർ ആക്കി തരും, അങ്ങനെ പറയാം. അപ്പോൾ ഇതെടുക്കുമ്പോൾ അത്രയും നമുക്ക് ഡെപ്ത് ഓഫ് ഫീൽഡ് വ്യത്യാസം വരും. നമ്മൾ ഇപ്പോൾ ഇതൊരു 1.5 മില്ലി ആണെങ്കിൽ ഏതാണ്ട് ഇപ്പോൾ ഈ ഇത്ര ഏരിയ കിട്ടും, പിന്നെ ഇത്ര കിട്ടും. ഇങ്ങനെ എടുത്തെടുത്ത് നമ്മൾ ചെക്ക് ചെയ്യണം. സെയിം ടൈം നമ്മൾ ഫോട്ടോഷോപ്പിലും പിന്നെ ഒരു സോഫ്റ്റ്വെയറിലും ചെക്ക് ചെയ്യുന്നുണ്ട് ഫോക്കസിൻ്റെ ഏരിയ എവിടെയാണ്. വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്ചർ ഉണ്ടെങ്കിൽ ഫോക്കസ് എടുക്കാൻ എളുപ്പമാണ്. ഇത് ഭയങ്കര സ്മൂത്തായ പേളായതുകൊണ്ട് ഇപ്പം ഞാനതൊരു ഐഡിയ ഇട്ടിട്ടാണ് മാനുവലി ഇരുന്ന് ഇങ്ങനെ ചെയ്തു തുടങ്ങിയത്. പിന്നെ നോക്കിയത് അത്രയും ടൈം അവർ തന്നോ നമുക്കിരുന്ന് ഷൂട്ട് ചെയ്യാൻ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ ഷൂട്ടിൽ ഞാൻ ആദ്യം ചലഞ്ചസ് പറയും. ഞാൻ പറയും എനിക്ക് ഇത്ര ടൈം ഇതിന് വേണം. അവർ പറഞ്ഞു അല്ല, പക്ഷേ ഇത് കൈ കിട്ടിയാലല്ലേ മനസ്സിലാവും എന്തുമാത്രം പ്രശ്നമുണ്ട്, എന്തൊക്കെ പ്രശ്നം വരാമെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ അതിന് ആദ്യം മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ സാധനം കാണണം. അപ്പോൾ മ്യൂസിയത്തിൽ പോയി കണ്ടു. അപ്പോൾ അവർ ആർട്ട് ഹാൻഡ്ലേഴ്സ് ഉണ്ട്, അവരത് ട്വീസർ കൊണ്ട് സ്പെഷ്യൽ ട്വീസറൊക്കെ ഉണ്ട്, സെറാമിക് ഒക്കെ, അതൊക്കെ വെച്ചൊക്കെ പിടിക്കുള്ളൂ. ഞാൻ പറയുന്ന പോലെ എനിക്കിത് ഗ്ലൂ ടാക്ക് വെച്ച് വെക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഒരു കുഞ്ഞൊരു പൊട്ടൊക്കെ വെച്ചൊരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം. കാരണം അവർ പറഞ്ഞ അതിനൊരു സ്പെഷ്യൽ ഷേപ്പ് ഉണ്ട് അതിന്, അതവർക്ക് ഹൈലൈറ്റ് ആക്കാൻ വേണമായിരുന്നു. അപ്പം അതുകൊണ്ട് അത് വളരെ ഫ്രാജൈലായിട്ട് ഒരു കറക്റ്റ് പൊസിഷനിൽ വെച്ച്, പിന്നെ ഒരു ബ്രീത്ത് ഇടാൻ പറ്റൂല, പിന്നെ മറ്റേ സ്റ്റാക്കിൽ പ്രശ്നം വരും, എല്ലാം പോകും. അപ്പോൾ അത്രയും കെയർഫുൾ ആയിട്ട് മാസ്ക് ഒക്കെ ഇട്ട് കൈ നമ്മളൊന്ന് വേറെ AC ഒന്നും ഇടാതെയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം കാറ്റൊന്നും വരാൻ പാടില്ല. എനിക്ക് തീർന്നു ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് നമ്മളെന്ത് സിമ്പിളാ വിചാരിക്കുന്നത്, പക്ഷെ ഇത്രയും മെനക്കേടുണ്ട്, ചെറുതായിട്ട് ബുദ്ധിമുട്ട്. അതിന് സ്കെയിലുണ്ട്. ഞാൻ ആദ്യം എന്താ ചെയ്തെച്ചാൽ, ഞാൻ വീട്ടിലെന്താ ചെയ്തെച്ചാൽ ഞാൻ ആദ്യം പഞ്ചസാരയുടെ തരി വെച്ച് ഷൂട്ട് ചെയ്താൽ ടെസ്റ്റ് ചെയ്ത് ഒരു ക്രിസ്റ്റൽ എടുത്തിട്ട് ഷൂട്ട് ചെയ്ത് അത് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ സ്റ്റാക്ക് ചെയ്തതിന് ശേഷമാണ് ടെസ്റ്റിന് പോയത്. കാരണം എനിക്ക് എന്തായാലും വേറെ ഒരു അരിമണി തുടങ്ങി, അരിമണി വലുതാ മനസ്സിലായി. അപ്പോൾ ഞാൻ പിന്നെ പഞ്ചസാരയുടെ ക്രിസ്റ്റൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു. അത് ഷൂട്ട് ചെയ്തപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി എത്രത്തോളം സ്റ്റാക്ക് ഉണ്ടായിരുന്നു. പ്രിപ്പയർഡ് ആയിട്ടാണ് പോയത്. നല്ല പുതിയൊരു അറിവാണ് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം. ഇതിപ്പോൾ ചെറിയ സംഭവമായി. ഇനിയിപ്പോൾ വേറെ വലിയ സംഭവം IPL, T20, T10. വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് ലൈക്ക് വർക്കിംഗ് വിത്ത് ദോസ് ക്യാമറാസ്? IPL എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന പോഡ്കാസ്റ്റ് അടക്കം എഡിറ്റബിൾ ആണ്. ക്യാൻ മേക്ക് മിസ്റ്റേക്സ് അല്ലേ, നമുക്ക് റിപ്പീറ്റ് അടിക്കാം. അതിലത് പറ്റൂല, ലൈവാണ്. സെയിം ടൈം ഒരു ഡയറക്ടറിൻ്റെ ഒരു കമാൻഡ്സ് നമുക്കുണ്ട്. പിന്നെ ഡ്രോൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും സിഗ്നൽ വൈസ് നമുക്ക് ഫുൾ സ്റ്റേഡിയം കവർ ചെയ്യാൻ കഴിയില്ല, സിഗ്നൽ കട്ടാവും. നമ്മളൊരു സെമി സർക്കിളായിരിക്കും പിടിക്കുക. ഇപ്പോൾ ക്യാമറ ഇങ്ങനെ പോയ സമയത്ത് ഏതാണ്ട് എൻ്റെ എത്തുമ്പോഴായിരിക്കും ഡയറക്ടർ പറയുക ഡ്രോൺ ലൈവ് എന്ന് പറയും. പിന്നെ അവിടെ നിന്ന് മൂവ്മെന്റ് ഒരിക്കലും റിവേഴ്സ് വരാൻ പറ്റില്ല. ആ ഫ്രെയിമിൽ സ്മൂത്ത് ആയിരിക്കില്ല. നമ്മളൊന്നുകിൽ ക്ലൈംബ് ചെയ്ത് അല്ലെങ്കിൽ പുൾ ബാക്ക് ചെയ്ത് ആ ഒരു സ്മൂത്ത് പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതൊന്ന്. രണ്ടാമത്തെ കേസ്, ഇത് എപ്പോൾ എടുക്കുന്ന പറയാൻ പറ്റില്ല, എപ്പോഴും ഫ്രെയിം കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ യൂഷ്വലി ഡ്രോണിനൊക്കെ 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ അല്ലേ ബാറ്ററി നിൽക്കും. സോ ഹൗ യു ഗൈസ് പ്രിപ്പയർ ഫോർ ദാറ്റ്? അത് നമ്മൾ പറയും. നമ്മൾ ബാറ്ററി നോർമലി ഒരു 15% വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. നമ്മൾ 25% ഡ്രോണിൻ്റെ ബാറ്ററിയുടെ കമാൻഡ് പറയും. നമ്മൾ ലാൻഡിങ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കമാൻഡ് പറഞ്ഞിട്ട് നമ്മൾ ക്യാമറ ഡൗൺ ചെയ്യും. അപ്പോൾ അവരെടുക്കില്ല. അപ്പോൾ നിങ്ങൾ എത്ര ഡ്രോൺ പൈലറ്റ്സ് ആയിരിക്കും? ഒറ്റ ഡ്രോൺ പൈലറ്റേ ചെയ്യുന്നുള്ളൂ. നമ്മൾ സെക്കൻഡറി ബാക്കപ്പ് പറഞ്ഞു, നമുക്ക് 2 സൈമൾട്ടേനിയസ് പറത്താന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ബഡ്ജറ്റ് കൺസേൺസ് പറ്റിയില്ല. നമ്മൾക്ക് ടൈം എന്ന് പറഞ്ഞാൽ ലാൻഡ് കഴിഞ്ഞാൽ ഓഫ് ആവാതെ ബാറ്ററി ചേഞ്ച് ചെയ്യണം. 2 ബാറ്ററി ഉണ്ട്. ഇൻസ്പയർ ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ബാറ്ററി ഹോൾഡ് ചെയ്ത് അടുത്ത ബാറ്ററി ഇടും. അടുത്ത ബാറ്ററി അതിന്റെ ബാറ്ററി GPS കട്ടാവില്ല. 1 മിനിറ്റിൽ ലാൻഡിങ് ആൻഡ് റീടേക്ക് ഓഫ് ആയിരിക്കും. ലാൻഡ് ചെയ്യുന്നു, അസിസ്റ്റന്റ് പോകുന്നു, ബാറ്ററി മാറുന്നു, ക്യാമറ ഓപ്പറേറ്ററും പൈലറ്റും അവിടെ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും വരില്ല. ഹീറ്റിംഗ് ഇഷ്യൂ അതിന് ഉണ്ടാവും, പക്ഷെ അതൊന്നും പ്രശ്നമില്ല. ഞാൻ
നിർത്താണ്ട് പണിയെടുപ്പിക്കുക. എനിക്ക് ഒരു ഡൗട്ടുണ്ട്, കുറേ നാളായിട്ടുള്ള ഡൗട്ടാണ്. ഈ ലൈവ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ടൈമിന് ലേറ്റൻസി ഉണ്ടാവില്ല, ഇവർ ഈ സ്വിച്ച് ചെയ്യുന്നതും തമ്മി. അത് എത്ര സെക്കൻഡിന്റെ ഒരു വേരിയേഷൻ നിങ്ങൾ സേഫ് എന്തെങ്കിലും ഒരു സേഫ്റ്റി സംഭവം ഉണ്ടായിരിക്കും? നോർമലി ക്യാമറ സ്വിച്ചിങ്ങിൽ അവിടുത്തെ കേബിളിന് ഡിലേ ഉണ്ടാവും, ഒരു മില്ലി സെക്കൻഡോ മൈക്രോ സെക്കൻഡോ. അത് പറഞ്ഞ് 20 ഫ്രെയിംസ് എന്തൊക്കെയാണ് വരുന്നത്. അത് അവിടെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ ബ്രോഡ്കാസ്റ്റിൽ പോകുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് ലാറ്റൻസി ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഇവർ അഡ്ജസ്റ്റ് ചെയ്യും. അതായത് ലൈവ് പോകുന്നത് അവിടെ കാണുന്നതും നിങ്ങൾ ടി വി കാണുന്നതും വ്യത്യാസമുണ്ട്. ചെറിയൊരു ലേറ്റൻസി ഉണ്ട്. അപ്പൊ അതെങ്ങനെ, ലൈക്ക് അത് നിങ്ങൾ സേഫ്റ്റിക്ക് വെക്കുന്നതാണോ അതോ ആക്ച്വലി ടെക്നിക്കൽ കാരണം കൊണ്ട് ആ ഒരു ഡിലേ വരുന്നത്? പർപ്പസ്ഫുള്ളി ചെയ്യും. അപ്പോൾ ഏറ്റവും ലാറ്റൻസി കുറവ് ഓഡിയോ ആണ്. പിന്നെ വരുന്നത് ഏതെങ്കിലും വയർലെസ് ക്യാമറ ആണ്. അതിൻ്റെ അകത്തും വയർലെസ് ക്യാമറാസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വയർഡ് ക്യാമറാസ് ഉണ്ട്, പ്ലസ് ഡ്രോൺ ഉണ്ട്. ഡ്രോൺ എങ്ങനെ വരുന്നത് വെച്ചാൽ ഓൾറെഡി ഡ്രോണിൽ നിന്ന് വയർലെസ് ആയിട്ട് എൻ്റെ റിമോട്ടിലോട്ട് വരും ആസ് എ പൈലറ്റ്. ഇതിൽ നിന്നാണ് നമ്മൾ കേബിളായിട്ട് നേരെ സ്വിച്ചറിലോട്ട് വിടുന്നത്. ആ കേബിൾ ഡിലേയും ചെറുതായിട്ട് ഉണ്ടാവും. ഈ ഒരു ഡിലേക്ക് വേണ്ടിയിട്ട് മറ്റ് ക്യാമറയുടെ ഡിലേ കൂട്ടി വെക്കും. പിന്നെ നമ്മൾ വേറെ സംഭവം ചെറിയ വ്യത്യാസം വരുത്തുക. നമ്മൾ കളി എടുക്കുന്നില്ല, നമ്മൾ കളിയല്ല എടുക്കുന്നത്, ഓഡിയൻസും നമ്മൾ മൊത്തം സിറ്റി എടുക്കുന്നത്. വേർ ഇറ്റ്സ് ഹാപ്പനിങ്. കഥയിൽ എന്താണ്, 22-30 ക്യാമറാസ് അവിടെ റൺ ചെയ്യുന്നുണ്ട്, പല ആംഗിളിൽ IPL എടുക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഡ്രോണോട് എടുക്കേണ്ട കാര്യം? ഓൾറെഡി കേബിൾ ക്യാമറ സ്പൈഡർ ക്യാമറ ഓൾറെഡി ഉണ്ട് സ്റ്റേഡിയത്തിന് മൊത്തം കവർ ചെയ്യാൻ. ഇനി സ്റ്റേഡിയത്തിന് പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾക്കാണ് ഡ്രോൺ. അത് പറഞ്ഞാൽ എവിടെ ഏത് സിറ്റിയിലാണ് അവർ കാണിക്കുന്നതിനോട് പറയാ, ട്രാഫിക് കാണിക്കുക, സൺസെറ്റ് കാണിക്കുക വിത്ത് സ്റ്റേഡിയം, സ്റ്റേഡിയത്തിന് ബ്യൂട്ടി കാണിക്കുക. നമുക്ക് ആക്ച്വലി സ്റ്റേഡിയത്തിനകത്തോട്ട് പോകേണ്ട കാര്യമില്ല. അവർക്കതിൻ്റെ കാര്യമില്ല, അവർക്കതിൻ്റെ ആവശ്യമില്ല. അവർക്ക് വേണ്ടത് ബ്യൂട്ടി ഓഫ് ദ സിറ്റിയാണ് അവർക്ക് വേണ്ടത്, എവിടെ നടക്കുന്നത്. ഇതൊരു ബിസിനസ്സും കൂടെയാണ്. അപ്പോൾ അതൊക്കെ സെല്ലിംഗ് പോയിന്റ് ആണ് നടക്കുന്നു. ചിലപ്പോൾ നമ്മൾ ഭയങ്കര ബ്ലോക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്, ഇന്റർസെക്ഷൻസ് കാണിച്ചു കൊടുക്കാറുണ്ട്. സൺസെറ്റ് ആയി ഉറപ്പാണ്. അല്ലെങ്കിൽ ഫ്ലഡ് ലിറ്റ് ഒക്കെ ഭയങ്കര സൂം ലെൻസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ അതിനെ മാത്രം കറക്കിയിട്ട് അതൊക്കെ എടുത്തു കൊടുക്കാറൊക്കെ ഉണ്ട്. അവർ പറയും ലെൻസ് മാറ്റിക്കോ. ഇത് ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ഒരു ജോബ് അല്ലേ ഈ ലൈവ് നടക്കുമ്പോൾ അതിനെ കംപ്ലീറ്റ്ലി മാനേജ് ചെയ്ത് സെറ്റ് ചെയ്യാം? 2 ചലഞ്ച് ഉണ്ടായിരുന്നു. ഒന്ന്, ഇത് കമന്റ് അനുസരിച്ച് നമ്മൾ ഫ്രെയിം എടുക്കണം. നമ്മൾ ചിലപ്പോൾ നമ്മൾ ഷോട്ട് ഓഫർ ചെയ്യും. നമ്മൾ ഓഫറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഫ്രെയിം കണ്ടാൽ അവർക്കറിയില്ല പുറത്ത് സംഭവിക്കാന്നുള്ളത്, അവരകത്തിലിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കണ്ടാൽ നമ്മളവിടെ ഫ്രെയിം ഹോൾഡ് ചെയ്ത് നിർത്തും. അപ്പോൾ അവർക്ക് ഓക്കെ പറഞ്ഞാൽ ഓക്കെ മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളപ്പോൾ മൂവ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. ചിലപ്പോൾ അവർ കുറച്ച് വൈഡ് പോട്ടെ എന്ന് പറയും, ചിലപ്പോൾ അവർ ബിൽഡിംഗ് ഡീറ്റെയിൽസ് എടുക്കാൻ പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കളിയുടെ ബസ് വരുവാണെങ്കിൽ ആ ബസ്സിനെ ട്രാക്ക് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ഓഡിയൻസ് വരുന്നുണ്ട്, ടിക്കറ്റിന്റെ ക്യൂ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാൻ പറയും. അതൊക്കെ നോർമലാണ്. എല്ലാ സമയത്ത് അവർ സ്പെസിഫിക്കലി ഇങ്ങനെ മൂവ് എന്ന് പറയും. എനിക്ക് ചലഞ്ച് വന്നത് ആക്ച്വലി ഡ്രോൺ ക്രാഷ് ആയിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു 15 സെക്കൻഡിൽ എൻറ്റയർ സ്റ്റേഡിയം ലെഫ്റ്റ് ടു റൈറ്റ് ഫുൾ സ്പീഡിൽ കറക്കാൻ പറഞ്ഞു. ആ കറക്കത്തിൽ അത് ഡ്രോണ് ഹൈറ്റ് കുറഞ്ഞിട്ട് ഒരു ബിൽഡിംഗ് പിടിച്ച് വിടും. അപ്പോൾ അടുത്ത ഡ്രോൺ പറപ്പിച്ചു. അല്ല, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. സോ ഹൗ ഡു ദേ ഹാൻഡിൽ ദാറ്റ്? എന്ന് വെച്ചാൽ ഡ്രോൺ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലൈവ് ഫീഡ് വന്നോണ്ടിരിക്കുമല്ലേ? ഇത് ലൈവായിരുന്നില്ല ആ സിറ്റുവേഷൻ. ഞാൻ അഥവാ വന്നു കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ ഷോ ഡയറക്ടർ സ്വിച്ച് ചെയ്യും. മറ്റേ പ്രിവ്യൂ ടെംപ്ലേറ്റ് പോയി ബാക്കപ്പ് ആയിട്ടുള്ള ക്യാമറാസ് ഉണ്ട്. എനി ടൈം എന്തെങ്കിലും ക്രാഷ് വന്നാൽ അത് ഏത് ക്യാമറ ഡൗൺ ആയാലും അവരുടെ കൈ പോകേണ്ട ബട്ടൺ ഉണ്ട്. അത്ര സ്പോണ്ടേനിയസ് ആയിരിക്കും. ചെറിയ ടു എ പോയിന്റ് ഒരു സമയത്ത് ലൈവ് കാണുന്ന മൾട്ടി സ്ക്രീൻ ഉണ്ടല്ലോ, അത് ഒരിക്കലും ഓഫായി ഡയറക്ടറുടെ. പക്ഷെ അയാൾ പാനിക് ആവാതെ അത് സ്വിച്ച് ചെയ്തു. അതായത് ആദ്യത്തെ 1 to 8 ക്യാമറാസ് ആൾക്കാരെ ഇന്ന ആംഗിളാന്നുള്ളത്. അയാൾ പറഞ്ഞു എൻ്റെ ഫീഡ് പോയി, പക്ഷെ നിങ്ങൾ എനിക്ക് സേഫ് ആയിട്ട് ഫ്രെയിം പിടിക്കുകയാണെങ്കിൽ ഞാൻ ഓർഡറിൽ ഓപ്പറേറ്റ് ചെയ്തോളാന്ന് പറഞ്ഞു. നമ്പർ 1 ക്യാമറ ബാറ്റ്സ്മാൻ്റെ, നമ്പർ 2 ക്യാമറ ബോളർക്ക്, നമ്പർ 3 ക്യാമറ ബോളർ ഓടി വരുന്നതായിരിക്കും, നമ്പർ 4 ക്യാമറ സൈഡ് ആയിരിക്കും. ആ ഓർഡർ ആൾക്കറിയാം, തന്നെയാണെങ്കിൽ ആ ഓർഡർ അറിയാം. ആൾ കറക്റ്റായിട്ട് ഫസ്റ്റ് 1 ഇങ്ങനെ ആൾ മാത്രം പറയും. ആ ഒരു നമ്മളിൽ ഷോട്ടിന് നമ്മൾ പറയും ഡ്രോണിൽ ഇന്ന ഷോട്ട് ഉണ്ടെന്ന് നമ്മൾ അങ്ങോട്ട് പറയാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു ഓവർ അയാൾ വിത്തൗട്ട് സ്ക്രീൻ അയാൾ സ്വിച്ച് ചെയ്തു. സമ്മതിച്ചു. ആ പാനിക് മൂവ്മെന്റിൽ പാനിക് ആവാതെ സാധനം ഹാൻഡിൽ ചെയ്യാൻ അയാൾ ഹാൻഡിൽ ചെയ്തു. അത് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം ആൾക്കറിയാം ആൾ വേറെ ഒരു ക്യാമറ യൂസ് ചെയ്തില്ല, ബാക്കി അല്ലാതെ 22 ക്യാമറകൾ യൂസ് ചെയ്യാൻ പറ്റും. 22 ക്യാമറ ഉണ്ട്. ഓഡിയൻസിനുള്ള ക്യാമറാസ് ഉണ്ട്, പിന്നെ ഓരോ പ്ലേയേഴ്സിനുള്ള ഉണ്ടാവും. പിന്നെ മിക്ക ക്യാമറ ക്ലോസ് പോകേണ്ട വൈഡ് പിടിച്ചു എന്ന് പറഞ്ഞു. കാരണം വലിയ ഡീറ്റെയിൽ പോകണ്ട. 22 ക്യാമറ പ്ലസ് റീപ്ലേ ക്യാമറാസ് ഉണ്ട്, ഗ്രാഫിക്സ് ഉണ്ട്. ഇതെല്ലാം റീപ്ലേ ക്യാമറാസ് നമ്പേഴ്സ് അല്ല, കളേഴ്സ് ആണ്. ഓറഞ്ച് ബ്ലൂ എന്നൊക്കെ പറഞ്ഞ് കളേഴ്സ് അവർ പറയുന്നത്. അന്നത്തെ മോഡ് അതായിരുന്നു.
പിന്നെ താഴെ ബഗ്ഗി ക്യാമറ എന്ന് പറഞ്ഞ സ്പൈഡർ ഉണ്ട്. സ്പൈഡർക്ക് പിന്നെ ഇതിന്റെ പുറമെ സ്പൈഡറിലും ഡ്രോണിലും ഈ സ്പൈഡർ എന്ന് ഉദ്ദേശിക്കുന്ന മേളിൽ മറ്റേ ഹാങ്ങിങ് ടൈപ്പ് സ്പൈഡർ ക്യാമറ. ഇതിന്റെ പുറത്ത് ഗ്രാഫിക്സ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരു എയറിൽ ഇങ്ങനെ ക്രിക്കറ്റ് സ്കോർ കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് തുടങ്ങിയത് ആ വർഷമായിരുന്നു. അപ്പം അതിന് നമ്മുടെ കൂടെ ഗ്രാഫിക്സിന്റെ ടീം ഉണ്ടാവും. നമ്മൾ ആദ്യം ക്യാമറ മൂവ് ചെയ്തിട്ട് ഇന്ന മൂവ്മെന്റ് കാണിച്ചു കൊടുത്താൽ ട്രാക്ക് ചെയ്യും. സെയിം മൂവ്മെന്റ് ഒന്നുകൂടെ ചെയ്ത് കൊടുത്തിട്ട് അവരെ ഗ്രാഫിക്സ് ഇടും. അപ്പം അപ്പോഴേക്കും ഇവിടെ വേറെ പണി നടക്കുന്നുണ്ട്. എൻ്റെ പണിയല്ല, ഇപ്പോൾ അടുത്ത ബോളർ ഇപ്പോൾ ഒരു 4 അടിക്കാൻ പോവാണ്. അത് അയാളുടെ 100ാമത്തെ 4 ആണെങ്കിൽ ബൗണ്ടറി 100 എന്ന് കാണിച്ച ഡാറ്റയ്ക്ക് എടുത്ത് അപ്പോൾ തന്നെ അത് പോപ്പുലേറ്റ് ചെയ്ത് 3D ആക്കി ലൈവായിട്ട് അവന്മാർ പ്രസന്റ് ചെയ്ത് പറയും വി ഹാവ് എ ഗ്രാഫിക്സ് ഓഫർ ചെയ്യാണ്, നമുക്ക് ഇന്ന മൂവ്മെന്റ് പിടിക്കാം, ചിലപ്പോൾ പറയും നമ്മളിങ്ങനെ മൂവ് ചെയ്യാം, അങ്ങനെ ട്രൈ ചെയ്തെന്ന് പറയും. അതിൽ വർക്ക് ചെയ്യുന്ന എഡിറ്റേഴ്സ് ഒക്കെ എന്നാ സ്പീഡായിരിക്കും, ഭയങ്കര സ്പീഡാണ്. എക്സ്പീരിയൻസ് ആണ്. ഒറ്റ കാര്യമുള്ളൂ, കൈ എടുക്കാൻ കഴിയില്ല, മൂക്ക് അറിയാൻ പറ്റൂല. കാര്യം ഇത് ക്യാമറ ഓപ്പറേറ്റർക്ക് ഒക്കെ ആൾക്ക് ഒരു കൈ മതി പാനും ടിൽറ്റും. പക്ഷെ എനിക്ക് പറഞ്ഞാൽ 4 പണിയുണ്ട്. അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ് റൊട്ടേഷൻ. ഈ 2 കൈ ഇങ്ങനെ ഇരിക്കണം, അതും സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ ഒരേ മൂവ്മെന്റിൽ ഒരേ ഇരിപ്പിരുന്നിട്ട് ഒന്ന് കൈ ഒന്ന് കുടയുന്നത് ബാറ്ററി മാറുമ്പോഴാണ്. 1 മിനിറ്റ് എത്ര മണിക്കൂറത്തെ ഒരു പരിപാടിയായിരിക്കും? 6 മണിക്കൂർ കളി കണ്ടിന്യൂസ്ലി. ഇതിനിടയിൽ ചേഞ്ചിങ് ഒഴിച്ചാൽ ഒരു ദിവസം ഏകദേശം 20ഓളം ബാറ്ററി നമുക്കുണ്ട്. ചാർജിന് ആളുണ്ടാവും. കഴിയുന്ന ബാറ്ററി എടുക്കുന്നു, കഴിഞ്ഞ ബാറ്ററീസ് ഓർഡറിലാക്കി കൊടുന്ന് വെക്കുന്നു, ബാറ്ററി മാറ്റുന്നു. ഇടയ്ക്ക് ഡ്രിങ്ക്സ് എടുക്കാൻ ടൈം കിട്ടും. ചില സമയത്ത് നമ്മൾ കാഷ്വലി ചെറിയ പുഷ് മൂവ്മെന്റ് ഒക്കെ സമയത്താണ് വെള്ളം കുടിക്കുക. കളി കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി തീരും. അത്ര തന്നെ. അത് ഇരിക്കുന്ന ഔട്ട്ഡോറിലാണ്. ഔട്ട്ഡോറിലുമാണ്. ഷെൽട്ടർ കിട്ടും, എന്നാലും ഹീറ്റാണ്, AC ഒന്നും അല്ല, ചെറിയ കൂളറൊക്കെ ഉണ്ടാവും. ബ്രോ ഇത്രയും നാൾ വർക്ക് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ബ്രോനെ പുഷ് ചെയ്ത, ഏറ്റവും ഹാർഡസ്റ്റ് പുഷ് ചെയ്ത പ്രോജക്റ്റിനെ പറ്റി ഒന്ന് പറയാം. ബീറ്റ് ക്രിയേറ്റീവ്ലി, ഇമോഷണലി ഓർ ലോജിസ്റ്റിക്കലി. റീസെൻ്റ്ലി അതൊരു കാർ ഷൂട്ട് ഉണ്ടായിരുന്നു, ഒരു ടൊയോട്ടയുടെ. അത് കുറച്ച് നമ്മൾ ചെയ്യേണ്ടി വന്നു. അതൊരു ചെറിയൊരു കമ്മ്യൂണിക്കേഷനിൽ ആദ്യം നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. അവർ പറഞ്ഞു കാറിന് ബമ്പറിൽ മാറ്റമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കരുതിയത് വേരിയേഷനിൽ ഒരു ബേസ് മോഡൽ ടു ഹൈ മോഡലിലൊരു മാറ്റമായിരിക്കും, നമുക്ക് ആ ഷോട്ടിൽ ചിലപ്പോൾ അത് കാണിക്കണം എന്നാണ് ഞങ്ങൾ ആദ്യം കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക്കിയത്. പിന്നീട് മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ കാറ് വരാൻ പോണ കാറിൻ്റെ ബമ്പർ വേറെയാണെന്നും ഷൂട്ട് ചെയ്യാൻ പോണ കാറ് വേറെയാണെന്നുമാണ്. ഷൂട്ട് ചെയ്യാൻ പോകുന്ന കാറിന്റെ ബമ്പർ വേറെയാണ്, ബോഡി സെയിം ആണ്, ബമ്പർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത ഒരു പ്രോജക്റ്റിന്റെ വർക്ക് ഫ്ലോയിൽ ചലഞ്ച് വന്നു. അതായത് കാർ കംപ്ലീറ്റ് മൂവ്മെന്റ് ഷൂട്ട് ചെയ്താൽ കംപ്ലീറ്റ്ലി ബമ്പർ മാറ്റിയെടുക്കണം. നിങ്ങൾ കൊടുത്ത എസ്റ്റിമേഷൻ എല്ലാം മാറുമല്ലോ. അത് നമ്മൾ കൺവിൻസ് ആക്കി മാറ്റം വരുത്തി. പക്ഷെ വർക്ക് ഫ്ലോ നമ്മൾ എസ്റ്റിമേറ്റ് ടൈം മാറ്റം വരുന്നില്ലായിരുന്നില്ല, പ്രോജക്ട് ടൈമിങ് മാറുന്നില്ല. അതിൽ കുറച്ച് ചലഞ്ച് വന്നു. അപ്പോൾ നമ്മൾ കുറച്ചധികം വർക്ക് ചെയ്യേണ്ടി വന്ന്. അപ്പോൾ അതിൽ നമ്മൾ കെയർഫുള്ളായിട്ട് നാട്ടിൽ തന്നെ VFX ആർട്ടിസ്റ്റ് ആയിരുന്നു, സൂപ്പർവൈസർ വരുന്നു, ടെക്നീഷ്യൻ വരുന്നു. അവരെന്താണോ പറയുന്നത് അവർ പറ്റുന്ന രീതിയിൽ ടൊയോട്ട നമുക്ക് VFX അതിൻ്റെ 3D പ്രൊവൈഡ് ചെയ്തു. പിന്നെ നമ്മൾ ആക്ടേഴ്സിനെ കൊണ്ടുപോകുക എന്നുള്ളത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. അപ്പോൾ അതും നമ്മൾ സ്റ്റുഡിയോയിൽ തന്നെ സെറ്റ് ഇട്ട് ഷൂട്ട് ചെയ്തിട്ട്, എന്തായാലും ഗ്രാഫിക്സ് CGക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, മൈറ്റ് ആസ് വെൽ അതിൽ തന്നെ പിടിക്കാം. അപ്പോൾ എല്ലാതും സ്റ്റുഡിയോ ഷൂട്ട് ചെയ്ത്. അടുത്ത ചലഞ്ച് എന്ന് പറഞ്ഞാൽ ദുബായിലാണ് ഷൂട്ടിന് കാണിക്കാൻ പറ്റില്ല, വേണ്ട, ദുബായ് വേണ്ട. അവർക്ക് ഷൂട്ട് മിഡിൽ ഈസ്റ്റിലോട്ട് പോകേണ്ട വണ്ടിയാണ്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് പക്ഷേ മിഡിൽ ഈസ്റ്റ് അങ്ങനെ വേണമെന്നില്ല. അവർക്ക് വേണ്ടത് വളരെ സിറ്റി കാറ്, ജനറൽ സിറ്റി കാണിച്ചാൽ മതി. കാര്യം ഇത് എല്ലാ മിഡിൽ ഈസ്റ്റിലും പോകണം. അപ്പോൾ ഒരു സ്പെസിഫിക് സിറ്റി അവർക്ക് വേണ്ട. പനയും മറ്റു കാറിലൊക്കെ ഓക്കെ, അല്ലാതെ അപ്പുറമൊന്നും വരുന്നില്ല. പക്ഷേ ഒരു സ്പെസിഫിക് സിറ്റി വേണ്ട, അത് പക്ഷേ ഗ്രീനറി വേണം എന്തായാലും. അപ്പോൾ കുറച്ച് ഗ്രീനറി കൂടെ ആഡ് ചെയ്യേണ്ടി വരുന്ന ചലഞ്ചസ് വന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടെറൈൻസ് എടുക്കേണ്ടി വന്ന് നമ്മൾ സലാലിൽ പോയിട്ട് ഷൂട്ട് ചെയ്ത്. അതിൽ പിന്നെ കുറച്ച് എന്താ പറയുക, വിൻ മിൽസ് ഒക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞു. അതൊക്കെ ആഡ് ചെയ്യും. അവർക്ക് പ്യുവർ ഗ്രീനറി വേണം. പിന്നെ കാറിൻ്റെ മോഡും, ഇതൊരു സിറ്റി കാറാണ്, എന്നാൽ ലോങ് ഡ്രൈവ് എടുത്തൊരു ദൂര സ്ഥലത്തേക്ക് പോകാം, ഈ കോൺസെപ്റ്റും ആ മൂവിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് അവർക്ക് കാണിച്ചേ പറ്റും. ഫുള്ളി CG ആക്കാൻ താല്പര്യമില്ല, ബിക്കോസ് ഓഫ് സസ്റ്റൈനബിലിറ്റി. ഞാൻ കണ്ടായിരുന്നു അതിൻ്റെ VFXും ബിഫോർ ആഫ്റ്റർ. പറയത്തില്ല ഇത്രയും അതിനകത്ത് VFX ഇൻവോൾവ് ആണെന്നുള്ള അത്രയും ഡീറ്റെയിൽ ആയിട്ട് നല്ല VFX വർക്ക്ഫ്ലോ ആയിരുന്നു. ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നല്ല VFX വർക്ക്ഫ്ലോ. അത് കണ്ടവരെല്ലാവർക്കും ഹാപ്പി ആയിരുന്നു. ഓൾമോസ്റ്റ് പറഞ്ഞില്ലെങ്കിൽ അറിയില്ല, അറിയുന്നില്ലായിരുന്നു അത് VFX ആയിരുന്നു. കാറ് മാറിയ കാര്യം പോലും ഞാൻ അറിഞ്ഞില്ലായിരുന്നു. കാറ് മാറിയ ഈവൻ അതൊരു പാർക്ക് ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ അവിടെ ഇല്ല. അത് നമ്മൾ ഫേക്ക് ചെയ്തത് ആദ്യം ഒരു ചെറിയൊരു ആർട്ട് കൊണ്ട് ഒരു ബട്ടൺ വെച്ചു.
അയാളെ കൊണ്ട് ആക്ഷൻ ചെയ്യിപ്പിച്ചിട്ട് പറഞ്ഞു ഇനി മറ്റ് പണ്ടൊരു പടത്തിൽ പറഞ്ഞു ഇനി ഇതിലാണ് ട്രൈ നോക്കുമെന്ന് പറഞ്ഞില്ലേ, ബട്ടൺ മാറ്റി നമ്മൾ പറഞ്ഞു വെറുതെ ഇങ്ങനെ ആക്കാൻ പറഞ്ഞു. എന്നിട്ട് അവർ കറക്റ്റായിട്ട് അവിടെ സ്വിച്ച് കൊണ്ടുവച്ചു. അടിപൊളിയായിരുന്നു. ബ്രോ 9 വർഷമായിട്ട് ടീച്ചിങ് മോഡിലുണ്ട്. അപ്പോൾ വാട്ട് മെയ്ഡ് യു ടു സ്റ്റെപ്പ് ഇൻ ടു എഡ്യൂക്കേഷൻ ആസ് എ മെൻറ്റർ റോളിലോട്ട് സ്വിച്ച് ചെയ്യാൻ എന്നാണ് തോന്നിയത്? ഒന്ന്, നമ്മൾ പഠിച്ചത് സെൽഫായിട്ടാണ്. പഠിക്കാൻ വേണ്ടി കുറേ പലയിടത്തും പോയി ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ തോന്നി നമുക്കത് കൊടുക്കണം തോന്നി. അതൊരു കാര്യം. അതുകൊണ്ടാണെന്നറിയില്ല, ഞാൻ എത്തിപ്പെട്ട സ്ഥലം ഒരു ഫോട്ടോഗ്രാഫി ട്രെയിനിങ് കമ്പനി ആയിരുന്നല്ലോ. അപ്പോൾ അവിടെ വരുമ്പോൾ തന്നെ ഞാൻ ആസ് എ പാരലൽ ഇൻകമായിട്ട് ഞാൻ അവിടെ അസിസ്റ്റന്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എവറി വീക്കെൻഡ് ക്ലാസ് ഉണ്ടാകുമ്പോൾ 12 സ്റ്റുഡൻറ്റ് മേലെ ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ടീച്ചർ ഇടണം. നല്ല കുട്ടികളെ വർക്ക്ഷോപ്പ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അങ്ങനെ ഡൗട്ട്സ് പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ ഞാൻ വീക്കെൻഡിൽ പോകും. അങ്ങനെ അസിസ്റ്റന്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. പിന്നീട് സ്പെഷ്യൽ ടൈപ്പ് ടോപ്പിക്സ് വരുമ്പോൾ 1-on-1 സെഷൻസ് എടുക്കാം. അപ്പോൾ അതല്ലെങ്കിൽ ചില VIP-കൾക്കോ അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ പൈലറ്റുമാർ പോലെ ഡോക്ടേഴ്സ് പോലത്തെ പഠിക്കാൻ വരും. അവർക്കൊന്നും റെഗുലർ ടൈമിന് വരാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് സ്പെഷ്യൽ ക്ലാസ് കൊടുക്കും, 1-to-1 കൊടുക്കും. അതല്ലെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ നമ്മൾ അവരുടെ കംഫർട്ട് അനുസരിച്ചുള്ള ടോപ്പിക്ക് ഡിസൈൻ ചെയ്യും. അതൊക്കെ ഞാൻ എടുത്ത് കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനത്തെ 1-to-1 സെഷൻസും സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. സെയിം ടൈം പിന്നെ അങ്ങോട്ട് ആ സ്ഥലത്ത് ഒരുപാട് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ വരുമ്പോൾ പരിചയമായപ്പോൾ ഇവിടെ ഇതെങ്ങനെ ചെയ്യുക പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടമാണ്. പഠിപ്പിക്കുന്ന ഒരു ഹരമായി മാറി. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് പറഞ്ഞു കൊടുക്കാൻ. കാരണം പഠിപ്പിക്കുമ്പോൾ എനിക്കൊരു കിട്ടുന്നത് വെച്ചാൽ ഒരുപാട് ആൾക്കാരുടെ റിക്വയർമെൻറ്റ്സ് നീഡ്സ് പറയും. നമ്മളത് നമ്മുടെ ഉള്ളിൽ വെക്കുമ്പോൾ നമ്മൾ ഭയങ്കര ലിമിറ്റഡ് ആയി പോകുന്നുണ്ട്. ദ മോർ യു ടോക്ക് ദ മോർ യു എക്സ്പീരിയൻസ്. ഒരുപാട് ചിന്താഗതികൾ വരും. എക്സാക്ട്ലി. ഇപ്പം നമുക്ക് ബേബിന്റെ വ്ളോഗിന് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഇതുവരെ കേൾക്കാത്ത സംശയങ്ങൾ കേൾക്കാറില്ല. നമ്മൾ കാണാത്തൊരു ചിന്താഗതി ഒരാൾക്കുണ്ടാവും. ഇത് ഭയങ്കര ലേണിംഗ് കൂട്ടും. ഒരിക്കലും അറിവ് നിർത്തി എവിടെ കൊണ്ടുവെക്കരുത്, കൊടുത്തേക്കണം. ഇവിടുത്തെ കുറേ പേർക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ഇത് ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെങ്ങാണ് അത് പഠിച്ചു പോയാലോ, ആ ഒരു മൈൻഡ് സെറ്റ് കുറേ പേർക്കുണ്ട്. പക്ഷേ എനിക്കറിയത്തില്ല എന്താ അതുള്ളത്. അത് ഞാൻ കുറേ പേർക്ക് കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ കളർ ഗ്രേഡിങ്ങിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ അവർ ഭയങ്കര റെസിസ്റ്റീവായിട്ട് ബിഹേവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഫീൽഡിലുള്ളവർ തന്നെ. പക്ഷെ എനിക്ക് ഈ സംഭവം, വലിയ സംഭവങ്ങളെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതാണ് ഈ കളർ ഗ്രേഡിങ് എഡിറ്റിംഗ് ഒക്കെ പഠിപ്പിക്കാൻ ഞാൻ മെയിനായിട്ട് വന്നത്. അതുകൂടാതെ തന്നെ വർക്ക് നമ്മൾ ഫുൾ ടൈം വർക്ക് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അതിൽ മാത്രം ഒതുങ്ങിപ്പോവും. രാവിലത്തെ കുറച്ച് ടൈം സ്റ്റുഡൻസ് ആയിട്ട് സ്പെൻഡ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നമുക്ക് പുതിയ കാര്യങ്ങൾ അവരും കൊണ്ടുവരും. നമുക്ക് പഠിപ്പിക്കുമ്പോൾ അതിൽ നിന്നൊരു മാറ്റവും ആവും. ഇതുവരെ ഞാൻ പറഞ്ഞു കൊടുത്തോണ്ട് എൻ്റെ ഒരു ബിസിനസ്സും കുറഞ്ഞിട്ടില്ല. സെയിം. എൻ്റെ ബിസിനസ് വരുന്നത് ഞാൻ വർക്ക് ചെയ്ത് തരുന്ന ട്രസ്റ്റിലാണ്. ഒരു അറിവ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ അറിവ് ഇംപ്ലിമെൻ്റ് ചെയ്ത് എപ്പോൾ എങ്ങനെയെന്നും കൂടെ ആ വ്യക്തി ചെയ്യുമ്പോഴാണ്. ഒരു ടെക്നിക്ക്, കളറിങ്ങിലോ ക്യാമറയിലോ ലൈറ്റിങ്ങിലോ ടെക്നിക്ക് ഇതെങ്ങനെയാണ് ചെയ്യാന്ന് ചോദിച്ചാൽ യെസ് ഇതിങ്ങനെയാണ് ചെയ്യുക. ഇത് എപ്പോൾ എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് അവൻ്റെ സബ്ജക്റ്റിനനുസരിച്ച് അവൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ആൾ എന്ത് ചെയ്യണം, ആൾ അപ്പം ചിന്തിക്കണം ഈ സാധനമാണ് അപ്പം ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. അത് അവനവൻ്റെ കഴിവാണ്. അതെ, സെയിം. കളറിങ്ങിലും അത് തന്നെ അത്രേ ഉള്ളൂ. നമുക്ക് ടൂൾസ് എല്ലാം പറഞ്ഞു കൊടുക്കാം, പക്ഷെ ഏത് ടൂള് എവിടെ എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ള ലോജിക്ക് നമ്മൾ സ്വന്തമായി ബിൽഡ് ചെയ്ത് അവിടെ അത് അവനവൻ്റെ കഴിവാണ്. അതിലാണ് വ്യത്യാസമുള്ളൂ. അത് പറഞ്ഞു കൊടുത്തോണ്ട് ആളുടെ ബിസിനസ്സും തോന്നുന്നില്ല എനിക്ക്. ഇപ്പോൾ ബ്രോ പഠിപ്പിക്കുമ്പോൾ തന്നെ ചില പോയിന്റിൽ ബ്രോയ്ക്ക് തോന്നിയിട്ടുണ്ടാവും ഈ പുതിയ ഫിലിം മേക്കേഴ്സ് പഠിക്കാൻ വരുമ്പോൾ ദേ ഷുഡ് ഫസ്റ്റ് അൺലേൺ സംതിങ്. കുറേ മിസ്കോൺസെപ്ഷൻസ് കാണും, കുറേ കാര്യങ്ങൾ. അങ്ങനെ തോന്നിയിട്ടുള്ള എന്താണ്? സ്റ്റുഡൻസിനെ പഠിപ്പിക്കുമ്പോൾ കുറേ പേര് ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും വരുന്നത്. പക്ഷെ അത് മാറ്റി ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യമുണ്ടോ? അല്ലെങ്കിൽ പുതിയ ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ വീഡിയോഗ്രാഫേഴ്സ് സിനിമാറ്റോഗ്രാഫേഴ്സ് ആയി വരുന്നവർക്ക് അൺലേൺ ചെയ്ത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഉള്ള എന്തെങ്കിലും ഒരു കോമൺ ആയി പറഞ്ഞ ടെക്നിക്കൽ പെർസ്പെക്റ്റീവ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ അൺലേൺ ചെയ്യാൻ പറയാറ്. കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. ഇപ്പം അപ്പേർച്ചർ ഇങ്ങനെ ഇട്ടാൽ ഔട്ട് ഓഫ് ഫോക്കസ് ആക്കി എടുത്താൽ മാത്രമേ സിനിമാറ്റിക് ആവുള്ളൂ. സിനിമാറ്റിക് എന്ന് പറഞ്ഞാൽ ഈ സ്കോപ്പ് ഓഫ് ഫ്രെയിംസ് ആണ്, പിന്നെ ഭയങ്കര ബൊക്കെയാണ്. അല്ലെങ്കിൽ കളർ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് കാണാത്ത കളേഴ്സ് കാണിക്കുന്നതാണ് കളർ ഗ്രേഡിങ്. ഇങ്ങനത്തെ കുറേ മിസ്കൺസെപ്ഷൻസ് ആയിട്ട് കുറേ പേര് വരാറുണ്ട്. അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും ലോഗിന്റെ ലുക്ക് ഇങ്ങനെയാണ്. നത്തിങ് ലൈക്ക് ഇറ്റ് ഈസ്. സിനിമാറ്റിക് എന്ന വേർഡ് ഭയങ്കരമായിട്ട് മിസ്ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റിക് എന്ന് പറഞ്ഞ ആൾക്കാർ വിചാരം ഒരു വൈഡ് പെർസ്പെക്റ്റീവ്, അനമോർഫിക് എന്ന് പറഞ്ഞാൽ എന്തോ ഡ്രീം ഓഫ് എ പ്രൊജക്റ്റ് ഒക്കെയാണ് പലർക്കും തോന്നിയിട്ടുള്ളത്. ഇതൊക്കെ ആയിട്ട് വരും. ഞാൻ പറയും ദിസ് ഓർ എന്നുള്ളത് ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്.
എങ്ങനെ ചെയ്യാമെന്നുള്ള ക്വസ്റ്റ്യൻസാണ്. അതിന് മുന്നൊരു ചോദ്യം ചോദിക്കാനുണ്ട്, വൈ, എന്തിനാ അത് ചെയ്യുന്നത്, എന്താ കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ട്, ആരെ കാണിക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ പേർപ്പസ് എന്താ, അല്ലെങ്കിൽ ഇതിൻ്റെ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് എന്താ, നീഡ് എന്താ, അല്ലെങ്കിൽ നീ പറയേണ്ട കഥ എന്താണ്, ഇത് തന്നെയാണോ ചെയ്യേണ്ടത്. ഇപ്പോൾ റീസെൻ്റ്ലി പ്രോജക്റ്റിൽ എല്ലാം 1.5 1.6 ബൊക്കെട്ടാണ് പണം തന്നത്. ഓക്കെ, ഒരു ടീം, എനിക്ക് ഒരു വർക്ക് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് വേണ്ടത് എല്ലാവരെയും ഫോക്കസിലാവുക എന്നുള്ളതാണ്. ഓക്കെ, അവരെ സംബന്ധിച്ചോളം ഒരു 3.2 അപ്പർച്ചർ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുന്ന പോലത്തെ ഒരു ഫീലാണ്. പ്രൈം ലെൻസ് ഉണ്ട്, 1.5 ബൊക്ക, അത് ഇത്. ബ്രോ, എനിക്ക് വേണ്ടത് കണ്ടന്റ് ആണ്. ഒരു 10 റോയിലിരിക്കുന്ന ആൾക്കാരിൽ ആദ്യത്തെ റോ മാത്രമേ ഫോക്കസ് ഉള്ളൂ, ബാക്കിയുള്ളവരൊന്നും ഇല്ല. അവരൊക്കെ ചിരിക്കുന്നുണ്ട്, ഹാപ്പിയാണ്, മൊമെന്റ് ഉണ്ട്. ഞാൻ ഈ പടം എടുത്തിട്ടാ ഹിയർ ഫോട്ടോ, ഇവിടെ ഞാൻ ക്ലിയറിലിടാന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം? ഞാനത് പടം എടുത്ത് കഴിഞ്ഞിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, ആൾക്കാരെ ഏൽപ്പിച്ച അവരുടെ വർക്ക് ഫ്ലോ അതാണ്. അവരെ മുന്നിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾ സൂം ലെൻസ് ഒന്നുമില്ല, പെട്ടെന്ന് ക്വിക്കായിട്ടൊന്ന് സൂം ഔട്ട് ചെയ്തിട്ട് എടുക്കാം, ഇത് കണ്ടന്റ് അല്ലേ? ഒക്കെ പ്രൈം ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ വരുന്ന പേര് ബ്ലോക്ക് ലെൻസ് എന്നാണ്, ഇത് ഇവിടുത്തെ പേര് അതാണ്. നാട്ടിൽ ദുബൈയിൽ പ്രൈം എന്ന് പറയും. അങ്ങനെ ബ്ലോക്ക് ലെൻസേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ, ഇതിന്റെ അപ്പർച്ചർ കൂട്ടിക്കൂടെ? പിന്നെ അത് പിന്നെ 1.5 വേണ്ട. കേപ്പബിലിറ്റി എടുക്കാന്നുള്ളതല്ല, കണ്ടന്റ് പറയാന്നുള്ളതാണല്ലോ. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു കുറച്ച് IS കൂട്ടിക്കോ. ഇപ്പൊ നോയ്സ് ഇവിടെ ഞാൻ തന്നെ ക്ലൈന്റ്, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ അവരെ മുന്നിൽ ഈ തിയറീസ് കുറെ ഉണ്ട്. നോയ്സ് വരും, അല്ലെങ്കിൽ 1.5 വീട്ടിൽ ഞാൻ ഫോട്ടോഗ്രാഫർ അല്ല. ഞാൻ പറഞ്ഞു, ഞാൻ തുടങ്ങിയ സമയത്ത് അപ്പർച്ചർ പ്രൊജക്റ്റിലാണ് വർക്ക് എടുത്തിരുന്നത്. ഫോർഗെറ്റ് ക്യാമറ, ഫോർഗെറ്റ് എവറിത്തിങ് എൽസ് എന്ന സമയത്തോടെ ഞാൻ ചോദിച്ചു, സപ്പോസ് ഞാൻ വെഡിങ് എടുത്തിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച്, ഒരു ഹാളിൻ്റെ അകത്തുനിന്ന് പെട്ടെന്ന് പയ്യനും പെണ്ണ് ഇറങ്ങുന്നു. ആ സമയത്ത് പെണ്ണിൻ്റെ ഉമ്മ വന്നിട്ട് ഒരു ഹഗ് കൊടുക്കുന്നു. ഇൻഡോർ ടു ഔട്ട്ഡോർ ആണ്. നീ എത്ര ക്വിക്കായിട്ട് മാനുവലി എക്സാക്ട് എക്സ്പോഷർ പിടിക്കും? ഞാൻ പറഞ്ഞ ആ സമയത്തിന് അപ്പർച്ചർ പ്രയോറിറ്റി ഇടും, ലെറ്റ് ഇറ്റ് ഗോ, ഓട്ടോമാറ്റിക് ISO. അവരെടുക്കുന്നു. അപ്പോൾ ഞാൻ റോൾ എടുക്കാറുണ്ട്, കുറച്ചുകൂടി ക്ലീനബിൾ ആണ്. വെഡിങ് റോ എടുത്താൽ ഭയങ്കര വർക്ക് ഫ്ലോ അല്ലേ? ഞാൻ പറഞ്ഞു, ഡയറക്റ്റ് അടിക്കണ്ട, ആവശ്യം അടിച്ചാൽ മതി. പക്ഷേ എനിക്ക് കിട്ടുന്ന മൊമെൻ്റ് ആണ് അത്. ചിലപ്പോൾ നോയ്സ് കാണുമായിരിക്കും, പക്ഷേ ഇത് ക്ലയൻ്റ് അല്ല കാണുന്നത്. ക്ലയൻറ്റ് നോയ്സ് കാണുന്നില്ല, ക്ലയൻറ്റ് മൊമെൻ്റ് കാണുന്നുള്ളൂ. ക്ലയൻറ്റ് കാണുന്ന നോയ്സ് അല്ല. നമ്മളൊരു 12 മെഗാ പിക്സലൊന്നുമല്ല, ഇപ്പം 30 മെഗാ പിക്സൽ നമ്മൾ കൊടുക്കുന്ന ഈ ഫോൺ സ്ക്രീനിലോട്ട് ചെറിയ നോയ്സ് ആരും കാണാൻ പോകുന്നില്ല. പക്ഷെ അവിടെ ഒരു മൊമെന്റ് കിട്ടിയാൽ അതാണ് മൊമെന്റ്. ആ ക്യാപ്ചർ ഫോട്ടോഗ്രാഫർ പൊളിയെന്ന് പറയും. അല്ലാതെ ഈ ഫോട്ടോന്റെ ഔട്ട് ഓഫ് ഫോക്കസ് വെച്ചിട്ടല്ലല്ലോ ഒരാളെ ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത്. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ വരാറുണ്ട്. വേറൊരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് വെച്ചാൽ, പണ്ട് DSLR മിറർലെസ്സിന് മുന്നത്തെ മിറർ ക്യാമറയിൽ നമ്മുടെ വ്യൂ ഫൈൻഡർ ഒപ്റ്റിക്കലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പോഷർ ഒന്നും കാണില്ല, നമ്മൾ ക്ലിയർ ആയിട്ട് ആ വിഷ്വൽ ആസ് ഇറ്റ് ഈസ് കണ്ടുകൊണ്ട് കാണും. അപ്പം അതിനുള്ള കുറേ നമ്പേഴ്സ് വെച്ചിട്ട് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പർച്ചർ, ഷട്ടർ സ്പീഡ്, വാട്ട് എവർ ഇറ്റ് ഈസ്. ചിന്ത വർക്ക് ചെയ്തിരുന്നു. എക്സ്പോഷർ ചേഞ്ച് ചെയ്യുന്ന ചിന്ത, ഇത് ഈ മീറ്റർ എത്തിയാലാണ് കറക്റ്റ് ആവുക എന്നുള്ളത്. ഇപ്പം അതില്ല. ഇപ്പം മൊബൈൽ എടുക്കുന്ന പോലെ ബ്രെയിൻ ഓഫാണ്. ഇത് ഞാൻ ശരിക്കും അന്ന് പഠിപ്പിച്ചതും ഇന്ന് പഠിപ്പിച്ച സ്റ്റുഡൻസ് തമ്മിൽ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. അന്ന് ചിന്തിക്കുന്നവർ എക്സ്പോഷർ എടുക്കുന്നതിന് മുന്നേ ചിന്തിച്ചിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പൊ ഈവൻ ലോഗ് കണ്ടിട്ട് അതാണ് കളർന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ലോഗ് കണ്ടിട്ട് സാച്ചുറേഷൻ ഒരു മിനിമം പോയിന്റ് ഉണ്ടെങ്കിലേ വൃത്തിയാവുള്ളൂ. അതില്ല, എല്ലാം ഡീസാച്ചുറേറ്റഡ് ആണ്. ഞങ്ങൾ ദുബായിൽ വിളിക്കുന്ന പേരുണ്ട് തന്നെ, പറയണോ? മോർച്ചറി കളർ. ഒരാള് മരിച്ചു കഴിഞ്ഞാൽ രക്തം വലിഞ്ഞ് കിട്ടുമ്പോൾ ഒരു പെയിൽ കളറായി മാറും. ഇവിടെ കാണുന്ന മിക്ക പടവും ഇങ്ങനെയാണ്, സ്കിന്നൊന്നും ഇല്ല. ഗ്രേഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടേക്കുന്നത്, ഇപ്പോൾ ഏതൊരു ലേഡി ആണെങ്കിലും, സ്പെസിഫിക് ലേഡീസ് ആണെങ്കിൽ അല്ലെങ്കിൽ ജെൻസ് ആണെങ്കിലും, നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ ബ്ലൂ എങ്കിൽ ബ്ലൂ, റെഡ് എങ്കിൽ റെഡ്, വൈറ്റ് എങ്കിൽ വൈറ്റ് എടുക്കുമ്പോൾ ആ കളേഴ്സ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ ഫോട്ടോയിൽ കാണുന്ന കളർ വേറെയാണ്, നമ്മുടെ സ്കിന്ന് വേറെയാണ്. ബാക്കിയുള്ള നാച്ചുറൽ എൻവയോൺമെൻറ്റൊക്കെ നീ കളർ മാറ്റിക്കോ, പക്ഷെ അവനവൻ്റെ കളറിൽ ഒരു പരിധി ഇട്ട് മാറ്റുമ്പോൾ ബുദ്ധിമുട്ടാണ്. സ്കൈ മാറ്റി ബ്ലൂ മാറ്റി ടീലാക്കിക്കോ, കുഴപ്പമില്ല, എല്ലാവർക്കും ഹാപ്പിയാണ്. പക്ഷെ അവനവൻ്റെ ഡ്രസ്സ് വരെ മാറിയിട്ടാണ് കിടക്കുന്നത്. ഇതിങ്ങനെയാണ്, ഇതാണ് എഫക്റ്റാണ്, ഫിൽറ്ററാണ് എന്നിട്ട് കൊടുക്കുമ്പോൾ എനിക്ക് വർക്കൗട്ട് ആവില്ല, പക്ഷെ ഇത് കണ്ടിട്ടുള്ള ഓഡിയൻസിന് ചിലപ്പോൾ വർക്കൗട്ട് ആവുമായിരിക്കും. ചില ക്ലയൻസ് അങ്ങനെ വരാറുണ്ട്, ബ്രോ എനിക്ക് മറ്റേ ഒരു ലോഗിഷ് മൂഡ് തന്നെ വേണം, അല്ലെങ്കിൽ ഡൾ മൂഡ് തന്നെ വേണം. അപ്പൊ പിന്നെ നമുക്കൊരു ഇതുണ്ടല്ലോ, ഈ കോൺട്രാസ്റ്റ് ഇതിൽ കൂടുതൽ താത്തി കഴിഞ്ഞാൽ സംഭവം പോവാം. പിന്നെ ബ്രോ വാ വന്നിരിക്കും, താത്തിക്കും
ഓക്കെ താത്ത അത് ഹാപ്പി ഡൺ. അല്ല അത് ട്രെൻഡാണ് ബേസിക്കലി. ഒരാൾ ചെയ്ത് അതാണ് ശരിയെന്ന് തോന്നി ഫോളോ ചെയ്യുന്നുണ്ട്, തെറ്റൊന്നുമില്ല, അതേ ചെയ്യാൻ പാടുന്ന നിയമമൊന്നുമില്ല. പക്ഷെ ഇത് പിന്നീട് അങ്ങോട്ട് എന്തിനാ ചെയ്യുന്നതെന്നുള്ള ക്വസ്റ്റ്യൻ ഇല്ലാതാവുന്നുണ്ട്. പല സമയത്തും വർക്കൗട്ട് ആവാത്ത സിറ്റുവേഷൻ വരാറുണ്ട്. അതാണ് എനിക്ക് കണ്ട ഒരു കാര്യം. കാരണം നാളെ ഇതൊരു പ്രൊഡക്ഷനിലോട്ടോ അല്ലെങ്കിൽ ഒരു പരസ്യത്തിലോട്ടോ സിനിമയിലോട്ട് വരുമ്പോൾ ഈ ട്രെൻഡ് ഫോളോ ചെയ്യാൻ പറ്റില്ല. അത് പറ്റില്ല. അതിൽ തന്നെ നിൽക്കുവാണെങ്കിൽ നാളത്തെ ട്രെൻഡ് നാളെ ഒരു ഫോളോ ചെയ്യുമായിരിക്കും. പക്ഷേ വെൻ കംസ് ടു പ്രൊഡക്ഷൻ അവിടെ പ്രോപ്പർ സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടിയിട്ട് കളറിൻ്റെ ഒരു ഉദ്ദേശം ഉണ്ടാവും. ഞാൻ കളറിങ്ങിനെ കാണുന്നത് ഒരു ഔട്ട്ഫിറ്റ് പോലെയാണ്. നമ്മൾ ഒരു കല്യാണത്തിന് പോകുന്ന പോലെയല്ല ഫ്യൂണറിന് പോവാം, അതുപോലെയല്ല നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നത്, അതുപോലെയല്ല നമ്മൾ ഇതിൽ ബീച്ചിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ ഔട്ട്ഫിറ്റ് മാറും, നമ്മൾ ലുക്ക് മാറും, മേക്കപ്പ് മാറും. പക്ഷെ എല്ലാ സമയത്തും ന്യൂട്രലായിട്ട് ഇങ്ങനെ ഡള്ളാക്കി പിടിക്കാറുണ്ടോ? ഇല്ല. ഇവിടെ ഏത് വെഡ്ഡിങ് എടുത്താലും അത് ഇവൻ്റ് എടുത്താലും ഒക്കെ ഡള്ളാണ്. അതിനെപ്പറ്റി ബ്രോയുടെ അഭിപ്രായം എന്താ? ചില കളറിസ്റ്റുകൾക്ക് ഒരു ടോൺ കാണും, അവരെന്ത് ചെയ്താലും അതേപോലെ വരത്തുള്ളത്. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ല, കളേഴ്സ് ആർ സ്റ്റോറി ടെല്ലിംഗ് കൂടെയാണ്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു റൊമാൻസ് മോഡിന് വരുന്ന കളേഴ്സ് ആയിരിക്കില്ല ഒരു സ്കേറി മോഡിലോ അല്ലെങ്കിൽ ഒരു ഹൊറർ മോഡിൽ വരേണ്ടത്. ഇത് രണ്ടിനും ഒരേ ടോൺ പിടിച്ചാൽ വേർ ഇസ് എ ഡിഫറൻസ്. ഇറ്റ് മേക്സ് ആ കളേഴ്സിൽ അത് ഫീൽ ചെയ്യണം, വിഷ്വലി ഫീൽ ചെയ്യണം. വൈബ്രൻസിലാണെങ്കിൽ അത്, ഫാമിലി മോഡിലാണെങ്കിൽ അത് വേറെ ആയിരിക്കണം. അത് ലൈറ്റിങ്ങിലും ഉണ്ട്, കളറിലും ഉണ്ട്. നമ്മൾ ബ്രൈറ്റ് കളേഴ്സ് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല നമ്മൾ ചിലപ്പോൾ വേറെ സ്ഥലത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഒരു മരിച്ചോടത്ത് നമ്മൾ ബ്ലാക്ക് വെയർ ചെയ്യുന്ന പോലെയാണത്. എന്താണ്, അതൊരു സാഡ്നെസ് ആണ്, അപ്പോൾ ഡള്ളാക്കുന്ന പോലെ. അത് നമ്മളൊരു ഏതൊരു പടത്തിലില്ലേ മറ്റേ ഒരു ഷെർവാണി കെട്ടിട്ട് പോകുന്ന സിറ്റുവേഷൻ ഹോസ്പിറ്റലിലോട്ട്, അമർ അക്ബർ, അത് വിയേർഡ് ഫീൽ ചെയ്തില്ലേ? ഇതേപോലെ തന്നെയാണ് റോങ് കളേഴ്സ് റോങ് ടൈം. അപ്പോൾ ഒരു കളേഴ്സ് അപ്രോപ്രിയേറ്റ്ലി ആയിരിക്കണം, എന്നും ഒരേ ടോൺ ആയിരിക്കരുത്, അതിന് അപ്രോപ്രിയേറ്റ് ടോൺ ആയിരിക്കണം. ഒരു ഇൻഡോർ ലൈറ്റിംഗ് എന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല ഔട്ട്ഡോറിൽ വരുന്നത്. കളേഴ്സ് ഡിഫറൻസ് ആണ്. ഈവനിങ്ങിൽ കളേഴ്സിൽ ചില സ്പെക്ട്രം കുറവായിരിക്കും, അതുപോലെ ആയിരിക്കും ലഞ്ച് ടൈം, അതുപോലെ ആയിരിക്കില്ല ക്ലൗഡി ടൈമിങ്ങിൽ. ഇതെല്ലാം അപ്രോപ്രിയേറ്റ്ലി ആയിരിക്കും. ഉദാഹരണത്തിന് ഒരു സിനിമയിലെ കണ്ടിട്ടുണ്ട്, പേര് പറയുന്നില്ല, 10 മണിക്ക് കോളേജാണ് തുടങ്ങുന്നത് നോർമലി, 9-10 മണി. ആ സമയത്ത് ഒരിക്കലും ഒരു ഈവനിങ് സൺലൈറ്റ് കിട്ടുമോ നമുക്ക്? ഓർ മോർണിംഗ് സൺലൈറ്റ് കിട്ടില്ല, ഈ ടെക്സ്ചർ വരുന്നില്ല. ആ സിനിമയിൽ അങ്ങനെ ഉണ്ട്. അത് ലൈറ്റിംഗ് എഫക്റ്റിൽ അവർ കൊണ്ടുവന്നു, ഒരു ഗോൾഡൻ ഗ്ലോ. നെവർ ഹാപ്പൻസ്. കാരണം 9 മണിക്ക് തുടങ്ങുന്ന കോളേജിൽ അവിടെ ആ ലൈറ്റ് വരുന്നത്. പക്ഷെ കാണുന്നവർക്ക് സിനിമാറ്റിക് വാവ് എഫക്റ്റ് ആണ്. ചിലപ്പോൾ പേർപ്പസ്ഫുള്ളി നട്ട ഉച്ചക്കും ഒരു സൺലൈറ്റ് കൊണ്ടുവച്ച സിനിമകളും ഉണ്ട്. ഞാൻ അങ്ങനത്തെ ലൈറ്റിങ്ങിൻ്റെ ആളല്ല, ഞാൻ കുറച്ച് മോട്ടിവേഷൻ ലൈറ്റിങ്ങിൻ്റെ ആളാണ്. അഗൈൻ ദർ ഇസ് നോ റൈറ്റ് ഓർ റോങ്. സിനിമാറ്റിക് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഈ ഫാൻസിയും കൂടെ പെടുന്നുണ്ട്. ബട്ട് മോർ ഓൺ ക്ലോസ് ടു റിയാലിറ്റി. അറ്റ് ദ സെയിം ടൈം നമ്മൾ കുറച്ചുകൂടെ വിഷ്വലി അപ്പീലിംഗ് ബെറ്റർ ആക്കുന്നതാണ് ഞാൻ സിനിമാറ്റിക് ആയിട്ട് കാണുന്ന ഒരു സിറ്റുവേഷൻ. അതിൽ കളറും പെടും, ലൈറ്റും പെടും. അത് അപ്രോപ്രിയേറ്റ്ലായിരിക്കണം. എപ്പോഴും ഒരു ടോൺ ആയിരിക്കും. എൻ്റെ ലൈറ്റിങ്ങിലാണെങ്കിലും ഞാൻ ഇപ്പോൾ ഇതൊരു ഫാമിലി ഡ്രാമ ആണെങ്കിലുള്ള ലൈറ്റിംഗ് ആയിരിക്കില്ല ഞാനതൊരു റൊമാൻസ് ടൈം എടുക്കുന്നത്, അതായിരിക്കില്ല ഒരു വേറെ ടൈം എടുക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ പറയും ഇതാണ് മോഡ്, നമ്മുടെ ലൈറ്റിംഗ് പാറ്റേൺ അതായിരിക്കും. കീ ഹൈ കീ ആണോ, ലോ കീ ആണോ, ഷാഡോ സൈഡ് ആണോ, ഫില്ലാണോ എന്നുള്ളതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കും. അങ്ങനെ ഒരു സ്പെസിഫിക് ലൈറ്റിംഗ് പാറ്റേണെ പിടിക്കുള്ളൂന്നില്ല, ഒരു സ്പെസിഫിക് മൂവ്മെൻറ്റേ പിടിക്കുന്നില്ല. ഇത് ക്യാമറ മൂവ്മെൻറ്റിലുണ്ട്. ചിലപ്പോൾ ഞാൻ ഫുൾ ഹാൻഡ് ഹെൽഡ് ആണ്, ഐ ആം കൈൻഡ് ഓഫ് ഹാൻഡ് ഹെൽഡ് പേഴ്സൺ എന്നൊക്കെ പറയാറുണ്ട്. ക്യാമറയുടെ ഫീല്, ഇമോഷൻസും മൂവ്മെൻറ്റിലും ഉണ്ട്. ഡെഫിനറ്റ്ലി ഓരോ മൂവ്മെൻറ്റും ഓരോ സ്റ്റോറിയാണ് പറയുന്നത്. അതെ, ഒരു കൊച്ചു കിടന്ന ഒരു വളരെ ചെറിയൊരു ബേബി സ്മൈൽ ചെയ്യണത് നമ്മൾ സ്മൂത്തായിട്ട് ക്ലോസസ്റ്റ് വാച്ച് ചെയ്യുമ്പോഴുള്ള സട്ടിൽ മൂവ്മെൻറ്റും ഒരു ഭൂകമ്പം വന്ന് ഓടുന്നതും ഒരേപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റും ഇല്ല. അതിനാ ഫീല് വരണ്ട. ഒരാൾ ഓടുമ്പോൾ നമ്മൾ ജെർക്ക് ചെയ്ത് എടുത്ത് ഓടുമ്പോൾ ആ റഷ് ഫീൽ ചെയ്യും. ആ സമയത്ത് ഒരാൾ ഭൂകമ്പത്തിൽ ഓടുന്നുള്ള ക്യാമറ സെറ്റിലാണ്, എന്ത് കംഫർട്ടബിൾ ആയിട്ട് ആൾ ഓടുന്നത്. അത് അതിൻ്റെ എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും എക്യുപ്മെൻറ്റ് ക്യാമറ ലോകത്തുള്ളത്. ഇപ്പോൾ ഒരു ഗിംബൽ എടുത്തിട്ട് ഗിംബൽ കൊണ്ട് തന്നെ എല്ലാം ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ കാണാറുണ്ട്. ഞാൻ പറയുമ്പോൾ അത് യൂസ് ചെയ്യുന്നത്. അതെ, ഇപ്പോൾ ഞാനും കണ്ടിട്ടുണ്ട് ചില സിനിമാറ്റോഗ്രാഫർ ഗിംബൽ ഇല്ലാതെ പറ്റത്തില്ല. ചില വർക്കുകൾ വരുമ്പോൾ അവർ നോർമൽ ഒരു ട്രാക്ക് പോകേണ്ടടുത്തും അവർ ഗിംബലിൽ തന്നെ ആയിരിക്കും പോവുക. അപ്പോൾ അത് എന്തിനാ എന്നുള്ള ഒരു ടൈം കൺസ്ട്രെയിൻ്റ് യൂസ് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ എന്തുകൊണ്ട് ടൈം കൺസ്ട്രെയിൻ്റ് ആയിപ്പോയി? പ്രീ പ്രൊഡക്ഷൻ നമ്മൾ ചിന്തിക്കുകയാണ്, മതി ഗിംബൽ പിടിക്കാമല്ലോ. നമ്മളവിടെ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ബഡ്ജറ്റിന് കൺസ്ട്രെയിൻറ്റ് പറയുകയാണ്, ഗിംബൽ പിടിച്ച് അഡ്ജസ്റ്റ് സമയം ചെറുതാക്കി തരാം. നോ, പറയുക എനിക്ക് ട്രാക്ക് ഇടാൻ സമയം വേണം, ട്രാക്കിലേ നടക്കുള്ളൂ എന്ന് പറയാനുള്ള ഒരു ആർജവ ആൾക്കുണ്ടായാൽ മതി. അവർ ആ സംഭവം ഇവിടെ നടക്കുമോ? നമ്മുടെ നാട്ടിൽ ചെയ്താലേ പറയാൻ പറ്റൂ. അവിടെ നടക്കും, കാരണം അവിടെ ഷോട്ട് വേണം. ഇപ്പോൾ
എൻ്റെ കാർ ഷോട്ടിൽ അവർ പറഞ്ഞു ഒരു പ്രസ് ഓഫ് ബട്ടൺ, മറ്റേ സ്റ്റാർട്ട് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അതേ റൗണ്ടിൽ മാച്ച് കട്ടായിട്ട് റൗണ്ട് ബോട്ട് വരും. ഇത് സ്റ്റോറി ബോർഡിലുള്ളതാണ്. അങ്ങനെ അത് ദെൻ കട്ട് ടു വീലാണ്, റൗണ്ട് റൗണ്ട് റൗണ്ട്. അപ്പോൾ എനിക്ക് എടുക്കേണ്ട പ്രശ്നം ഈ സ്റ്റാർട്ട് ബട്ടൺ ഇരിക്കുന്നത് സ്റ്റിയറിങ്ങിൻ്റെ അടിയിൽ. അവിടേക്ക് ഒരു പ്രോബ്ലംസും പോകാൻ പറ്റില്ല, കാരണം സ്റ്റിയറിങ് തടയും, അഡ്ജസ്റ്റ് ആയാലും. അപ്പം ഞാൻ പറഞ്ഞു ഈ ഷോട്ട് ഞാൻ എടുത്തുതരാം, പക്ഷെ എനിക്കൊരു മിനിമം 2 hour വേണം, ഒറ്റ ഷോട്ട്. ചിലപ്പോൾ 2 hour വരെ പോയേക്കാന്ന് പറഞ്ഞു. കാരണം ഫസ്റ്റ് ഈ ക്യാമറയുടെ ഈ പെരി പ്രോബ്ലംസ് ഉണ്ട്. നോർമൽ പ്രോബ് നിങ്ങൾ സ്ട്രൈറ്റ് കണ്ടിട്ടുണ്ടാവും. ഈ ആംഗിൾ ലെൻസസ് ഉണ്ട്, പെരി പ്രോബ് 35 ഡിഗ്രി. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ലെൻസ് ഇട്ട് ഞാൻ ചെയ്തുതരാം, പക്ഷെ ആ ലെൻസ് വെക്കുന്നതല്ല പ്രശ്നം, ആ ലെൻസിനനുസരിച്ച് ക്യാമറ ഇവിടെ ലെവൽ ചെയ്യണം. അത് സീറ്റാണ്, സീറ്റിൽ ക്യാമറ വെക്കാൻ കഴിയില്ല. ഷോട്ട് സ്റ്റഡിയാണ്, ഒറ്റ പ്രസ്, ഇതേ ഉള്ളു ഷോട്ട്. ഷോട്ട് എടുക്കാൻ 1 minute സമയം വേണ്ട. സെറ്റ് ചെയ്യാൻ 2 hour എടുത്തു. കാരണം ഒരു ഡോളി ഗ്രിപ്പ് ഇട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഫ്രണ്ട് സീറ്റിലോട്ട് വെച്ച് ക്യാമറ ലെവലാക്കി, പിന്നെ അവിടെ ബേസ് ലെവൽ ചെയ്ത് ക്യാമറ ബോഡി സീറ്റിലാണെങ്കിൽ ലെൻസ് ഇവിടെയാണ്. ആ ഒരു ഷോട്ടിന് മാത്രം നമ്മൾ പറഞ്ഞു ഈ ഷോട്ട് വേണോ, ഗീവ് മീ ടൈം. ഒരു 1.5 മണിക്കൂറാണ് ടോട്ടൽ എടുത്തത് ഒറ്റ ഷോട്ടിന്, പക്ഷെ അവർക്കത് വേണമായിരുന്നു. ദേ ഹാപ്പി. Awesome. What do you think the application of lensing in cinematography? ലെൻസ് നമ്മുടെ കണ്ണാണ്. ഇപ്പോൾ ചിലർക്ക് ഒറ്റ ലെൻസ് മതി എല്ലാം ഷൂട്ട് ചെയ്തെടുക്കാൻ, ചിലർക്ക് എത്ര ലെൻസ് ഉണ്ടായാലും തികയത്തില്ല. അപ്പോൾ അതിലൂടെ എന്ത് ടൈപ്പ് ഇമോഷൻസ് ആണ് വരുന്നത്, അതിനെപ്പറ്റി ഒന്ന് നമ്മുടെ ഓഡിയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാം പറ്റും. അതായത് നമുക്ക് ലെൻസിങ്ങിൽ പഠിക്കേണ്ട കാര്യമുണ്ട്. ലെൻസ് ചെയ്യുമ്പോൾ ഓരോ ഫോക്കൽ ലെങ്ത്തിൽ വരുന്ന പേഴ്സ്പെക്റ്റീവ് ഡിഫറൻസസ് ഉണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് തന്നെയാണ് മെയിൻ എബിലിറ്റി വരുന്നത്, പിന്നെ സ്പേസ് വ്യൂ ഓർ ഗെറ്റിംഗ് ക്ലോസർ എന്നുള്ളതാണ്. നമ്മുടെ നോർമൽ പേഴ്സ്പെക്റ്റീവിൽ കാണുന്നത് 50 mm ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ സെയിം പ്രീവിയസ് നമ്മുടെ ഒരു പോഡ്കാസ്റ്റ് അജ്മൽ സാബുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അതിനകത്ത് പറയുന്നത് വെച്ചാൽ പുള്ളിക്ക് കുറച്ചുകൂടെ 35 ആണ് വിഷ്വൽ പെർസ്പെക്റ്റീവ് നമ്മുടെ ഹ്യൂമൻ ഐ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാം? രണ്ടും പറഞ്ഞത് കറക്റ്റാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഇത് വന്നത് ആക്ച്വലി 35 തന്നെയാണ്, 35 അല്ല 50 തന്നെയാണ് കറക്റ്റ്. അതായത് എന്താണ് നോർമൽ ഫോക്കൽ ലെങ്ത് ആദ്യം പഠിക്കണം. എന്താണ് നോർമൽ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻസറിൽ ഡയഗണൽ ഉണ്ടല്ലോ. സെൻസർ 35 mm ആണ് ഫോട്ടോഗ്രാഫിയിൽ, പക്ഷെ സിനിമയിൽ അത് ക്രോപ്പാണ്. സിനിമയിൽ 35 വിട്ടാൽ 50 കിട്ടും. പുള്ളി അലക്സ 35യുടെ കാര്യമാണ് വെച്ച് പറഞ്ഞത്. പക്ഷെ ഫുൾ ഫ്രെയിമിൽ 35 വിട്ടാൽ 50 ഇട്ടാൽ 50 കിട്ടും, 35 കിട്ടും. ഇനി എന്തുകൊണ്ട് 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് സർക്കിളിൻ്റെ ഡയമീറ്റർ, അതായത് സെൻസർ ഇരിക്കുന്ന സർക്കിളിൻ്റെ ഡയമീറ്റർ 43 or 41 അങ്ങനെയാണ് വരുന്നത്. 43 mm ലെൻസ് ഇപ്പം ഇല്ല. സോ ക്ലോസസ്റ്റ് ഈസ് 50. അതായത് ഫോക്കൽ ലെങ്ത്തിന് ഈക്വൽ ആയിട്ടുള്ള ആ ഒരു, അതായത് സെൻസർ ഡയഗണലിന് ഈക്വൽ ആയിട്ടുള്ള ഫോക്കൽ ലെങ്ത് ആണ് നോർമൽ പെർസ്പെക്റ്റീവ്. ഇനി ഒന്നും ഡീറ്റെയിൽ പോകണമെങ്കിൽ എന്താണ് ഫോക്കൽ എന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. ഫീൽഡ് ഓഫ് വ്യൂ അതിന് കാൽക്കുലേഷൻ ഉണ്ട്. പക്ഷേ സൂപ്പർ 35 സെൻസറിൻ്റെ അകത്ത് 35 വിട്ടാൽ വിച്ച് വിൽ മൾട്ടിപ്ലൈ ടു 1.5 വിച്ച് ഈസ് 50. അത് ഐയുടെ ഒരു വ്യൂ തരും നമുക്ക്, ആ ലെങ്ത്. പക്ഷെ അത് നമ്മുടെ കണ്ണിൽ കാണുന്ന വ്യൂ ആണ്. ഇനി ഇതിൽ നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഞാൻ ഒരു ഷോട്ട് എടുക്കുന്നു, ഉദാഹരണത്തിന് കഥ പറയുന്ന രീതി പറയാം. ഒരു റോള് ഒരാളൊരു ബുഷ്ടി ചുരുട്ടൊരു വില്ലൻ്റെ ഒരു ഷോട്ട് ഉണ്ട്. അവൻ്റെ കയ്യിലൊരു പവർ നിൽക്കണം, ഇപ്പം ഞാൻ ഇടിക്കും, അപ്പുറത്ത് അവൻ ഇടിക്കാൻ പോകുന്ന ആളുണ്ട്. ഞാൻ അവിടെ ഒരു 85 ഇട്ടിട്ട് പിടിച്ചാൽ ചിലപ്പോൾ ഈ കൈയിൻ്റെ അത്ര വലുപ്പമായിരിക്കും ഇയാളുടെ തലക്കം കിട്ടുക സൂം ചെയ്യുമ്പോൾ. അപ്പം ഞാൻ നിൻ്റെ അടുത്ത് പിടിക്കുന്നു, ഇതാണ് എൻ്റെ കൈ. ക്യാമറ ഇത്തിരി ദൂരെ 85 എബിൻ്റെ ഫ്രെയിം ഒരു അപ്പർ ബോഡി വരെ ഫ്രെയിമിലുണ്ടാവും, ഇതുണ്ടാവും. അപ്പോൾ എൻ്റെ കൈക്ക് ഈക്വലായിട്ട് നിന്റെ തല വരെയുണ്ട്. സോ യു ഹാവ് എ മോർ എന്താ പറയുക പ്രസൻസ് സിനിമയിലുണ്ട്, ആ ഒരു വിഷ്വലിലുണ്ട്, സ്ക്രീനിലുണ്ട്. അത്രയും ആ നേരം ഞാനൊരു 35 24 പിടിച്ചിരിക്കുക. അപ്പോൾ എൻ്റെ ക്യാമറ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക, അത്ര അടുത്ത്. എൻ്റെ ഫ്രെയിമിൽ സ്ക്രീനിൽ പകുതിയോടെ എൻ്റെ കൈയായിരിക്കും. ആൻഡ് യു ആർ ഫാർ അവേ, നിൻ്റെ ബോഡി മൊത്തം അതിൻ്റെ അകത്തുണ്ടാവും. എനിക്ക് എങ്ങനെ പറയാൻ പറ്റും എൻ്റെ കൈക്കേ ഉള്ളൂ നിൻ്റെ മൊത്തം ശരീരം എന്ന് പറയാൻ പറ്റും. ഇതാണ് സ്റ്റോറി ടെല്ലിംഗ്. ഇവിടെ നമ്മൾ ലെൻസ് ചോയ്സ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ കൊറോണ സമയത്ത് നമ്മൾ ഇതൊരു സാധനം ഉണ്ടായിരുന്നു. കൊറോണ സമയത്ത് നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് കാണിക്കണമായിരുന്നു. അപ്പം നമ്മൾ നോർമലി ആളുകളെ 1 സീറ്റ് സ്കിപ്പ് ചെയ്തിരുത്തുന്നുണ്ടെങ്കിലും നമുക്ക് ഒന്നുകൂടെ കാണിക്കാൻ നമ്മളവിടെ യൂസ് വൈഡസ്റ്റ് ലെൻസുകളായിരുന്നു. വൈഡ് ലെൻസ് ഉപയോഗിക്കുന്നതോറും ആൾക്കാർ എവേ പോയിക്കൊണ്ടിരിക്കും. നോർമലി നമ്മൾ കോൺവെർസേഷൻ ഷൂട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക, 50 2 ഷോട്ട് എടുത്താൽ 85 ക്ലോസ് ഷോട്ട് OTS എടുക്കും എന്നൊരു റൂള് ഞാൻ പിടിക്കുന്നത്. 85 എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല 35 OTS എന്ന് പറഞ്ഞു ഞാൻ. കാരണം എന്താ വെച്ചാൽ ഈ ആളിൽ നിന്ന് അത്രയും ദൂരം ആളിരിക്കുന്നു എന്ന് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, ഡിസ്റ്റൻസ് ഫീൽ ചെയ്യിക്കാൻ പറ്റും. ഈ ലെൻസിൻ്റെ കംപ്രഷൻ എന്ന് പറയും,
ആളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിന് നമുക്ക് ലെൻസ് ചോയ്സ് ഉപയോഗിക്കാം. പിന്നെ എക്സാജുറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും. ലെൻസിൻ്റെ ഡിസ്റ്റോർഷൻസ് നമുക്ക് ക്യാരക്ടറായിട്ട് ഉപയോഗിക്കാം. ഇംപെർഫെക്ഷൻസ് വേണമെങ്കിൽ ക്യാരക്ടറായിട്ട് ഉപയോഗിക്കാം. ബൊക്കേഴ്സ് വേർഡ്സ് എല്ലാം ഇപ്പോൾ ചില ലെൻസിനൊക്കെ സ്വേളി ബൊക്കെ ഉണ്ടാവും റൗണ്ട്. അതൊക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു ഓറ എഫക്റ്റ് വേണമെങ്കിൽ കൊണ്ടുവരാം. അതൊക്കെ ലെൻസിൽ വരുന്ന കാര്യങ്ങളാണ്. മെയിൻലി ഞാൻ ലെൻസ് യൂസ് ചെയ്യാറ് അപ്രോപ്രിയേറ്റ്ലി ഒന്ന് ഫീൽഡ് ഓഫ് വ്യൂ കറക്റ്റ് ചെയ്യാൻ, പിന്നെ ഈ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് വെച്ചിട്ടുള്ള ലെൻസ് മാറ്റേഴ്സ് പറയാനൊക്കെയാണ്. പിന്നെ പക്ഷേ എന്ന് കരുതി 1.5 ഓപ്പൺ ചെയ്യുന്ന പരിപാടി എനിക്ക് വളരെ കുറവാണ്. അത് നമുക്ക് ഔട്ട് ഓഫ് ഫോക്കസ് ആക്കുന്നത് സബ്ജക്റ്റിനെ ഐസൊലേറ്റ് ചെയ്യാൻ മാത്രമായിരിക്കും. പക്ഷെ ഒരേ ലെൻസ് മാത്രമേ വെച്ച് കഴിഞ്ഞപ്പോൾ പറയേണ്ടത് മുസ്തഫ ഈ ലെൻസേ ഉള്ളൂ. ഓക്കെ, നമ്മൾ സ്റ്റോറിയിലെ മാറ്റങ്ങൾ വരുത്തുക ചെയ്യാം. നമുക്ക് ഈ ഫ്രെയിം ഇങ്ങനെ പിടിക്കാം. ഇപ്പോൾ 1973 അല്ലേ പടത്തിൻ്റെ പേര്, ആ വൺ ടേക്ക് ഷോട്ട് റോഗർ ഡീക്കിൻസിൻ്റെ 1917. അത് ഒറ്റ 35 mm എടുത്തുള്ള പടമാണ്. ലെൻസ് മാറിയിട്ടില്ല. പക്ഷെ അവരതിനനുസരിച്ചിട്ടുള്ള ഷോർട്ട്സേ കമ്പോസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ഷോർട്ടിനെ മാറ്റി പിടിക്കുമെന്ന് മാത്രം, അത്രേ ഉള്ളൂ. ലെൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എല്ലാ ടൈപ്പ് ലെൻസ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഒരു സ്റ്റോറിക്ക് അനുസരിച്ച് ലെൻസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമോഷൻ കറക്റ്റായിട്ട് ഡെലിവർ. ഓക്കെ, താങ്ക് യു സോ മച്ച് ബ്രോ ഫോർ ബീങ് ഹിയർ ആൻഡ് ഷെയറിങ് സോ മച്ച് നോളേജ് വിത്ത് അസ്. നമ്മുടെ ഓഡിയൻസിനും കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് ഗെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഹൗ ക്യാൻ ദേ കണക്ട് വിത്ത് യു? എൻ്റെ ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്യാം. സോ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. സോ ഡു ഫോളോ ഹിം ആസ് വെൽ. നല്ല പ്രൊഡക്റ്റീവായിട്ടും കുറേ പോസിബിലിറ്റീസും എനിക്കറിയാവുന്ന കുറേ സംശയങ്ങളും ഞാൻ ചോദിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. അപ്പോൾ എന്നേലും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ കഴിയട്ടെ സൂൺ. എല്ലാവർക്കും ഈ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത പോഡ്കാസ്റ്റായി നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഐ എം എബിൻ ഫിലിപ്പ് വിത്ത് മുസ്തഫ signing off.